بسم الله الرحمن الرحيم. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വിഷയത്തിൻ്റെ ടൈറ്റിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വേദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഈ വിഷയത്തിൽ എനിക്ക് പറയേണ്ടത് സൂഫി ശതഹാത്തും അനുബന്ധ വ്യക്തികളൊന്നും. ഇവിടെ ആധുനിക സൂഫി ട്രെൻഡുകളെ പറ്റിയൊക്കെ വളരെ വിസ്തരിച്ച് ക്ലാസ് നടന്നിരുന്നു. പിന്നെ അവസാനം കേൾക്കാൻ പറ്റിയുള്ളൂ. ഏതായാലും ഈ ഒരു ശീർഷകത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു ക്ലാസ്സൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാനങ്ങനെ വലിയ ആഴത്തിലേക്ക് പോകുന്ന ആളല്ല. പിന്നെ ഈ സൂഫി ശതഹാത്തും അനുബന്ധ വ്യക്തികളും എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പിന്നെ ഈ സൂഫിസത്തെ പറ്റി അത് അടിസ്ഥാനപരമായ ഒരു കാര്യം ആലോചിക്കണ്ട. ഈ സൂഫിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇതിങ്ങനെ ഒരു വൈജ്ഞാനിക വിഷയമല്ലത്, ഇതൊരു അനുഷ്ഠാന വിഷയമല്ലേ. നമ്മൾ ശരിക്കത് അത് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണത്. സൗഫ് പറഞ്ഞാൽ പരിശീലിക്കേണ്ടതാണ്. പരിശീലിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഒരു പിടുത്തം കിട്ടൂല. കുറേ ചർച്ചയൊക്കെ ഇങ്ങനെ നടത്താൻ പറ്റുമ്പോൾ ഞാൻ കുറച്ച് ഒരു ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് ഒരു വലിയ സൂഫി എഴുത്തുകാരൻ, കേരളത്തിലെ പേര് ഞാൻ പറയുന്നില്ല, പ്രായത്തിന് ചിലപ്പം തിരിയും ചെയ്യും, കുറേ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളാണ്, ഇപ്പോഴും ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലാലുദ്ദീൻ റൂമിയെ സംബന്ധിച്ച് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ നോവൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറേ എക്സ്പീരിയൻസൊക്കെ ഉണ്ട്. പല നാടുകളിലൊക്കെ സഞ്ചരിച്ച് സൂഫികളായിട്ട് സംസാരിച്ചിട്ടും ശൈഖന്മാരായിട്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എത്രത്തോളം വെച്ചാൽ അദ്ദേഹം കുനിയയിലും പോയിട്ടുണ്ട്, തുർക്കിയിൽ പോയിട്ടുണ്ട്, ജലാലുദ്ദീൻ റൂമിയുടെ പിന്നെ ഖബർ സന്ദർശിച്ചിട്ടുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും പലതും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോൺ ചെയ്തു, ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, കാരണം ജലാലുദ്ദീൻ റൂമിയെ പറ്റി പുതിയൊരു നോവൽ എഴുതുന്നുണ്ട്. ആ നോവലിൽ നിങ്ങളെ മസ്നവിയുടെ ആദ്യത്തെ വരികൾ എനിക്ക് ചേർക്കണം, അതിന് നിങ്ങളെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നതും സമ്മതം കിട്ടലും രണ്ടാണ്, സമ്മതം എനിക്ക് ആണ്, നിങ്ങൾ വരികയാണെങ്കിൽ വന്നല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നപ്പോൾ ഞാൻ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമല്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ കാറിൽ നിങ്ങൾ പോകുന്നോളി, പിന്നെ നമുക്ക് വഴിയിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പോകാറ്. അങ്ങനെ പോണ വഴിക്ക് അദ്ദേഹത്തിൻ്റെ വേറൊരാളുണ്ടായിരുന്നു, 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സൂഫിസത്തിൽ താല്പര്യമുള്ള ഒരു മുസ്ലിം സ്ത്രീയെ കൂട്ടിയിട്ട് അദ്ദേഹം വന്നിരുന്നു. ആ സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ പിന്നെ സംസാരത്തിൻ്റെ ഇടയിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിച്ചിട്ടൊന്നുമില്ല, ഞാൻ നിസ്കരിക്കലില്ല എന്ന് മാത്രമല്ല എനിക്കൊരു അനുഷ്ഠാനമല്ല. തസവൂഫിനെ പറ്റി ഒരുപാട് എഴുതിയിരിക്കണം അദ്ദേഹം, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ജലാലുദ്ദീൻ റൂമിയെ പറ്റി അദ്ദേഹത്തിന് ഇനി നോവൽ എഴുതണം, ഇങ്ങനെയൊക്കെ ഉള്ള ആൾ തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഞാൻ നിസ്കരിക്കലൊന്നുമില്ല, എനിക്ക് തസവൂഫിൽ വലിയ താല്പര്യമാണ്, ഞാൻ ഒരു അനുരാഗിയാണ്, ഒക്കെയാണ്, പക്ഷേ നിസ്കാരം പോലത്തെ അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിയെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നടന്നാൽ മതിയാവും. എനിക്ക് കാമുകിയെ മനസ്സിൽ വിചാരിച്ച് നടന്നാൽ പോരാ, ഒരു 5 നേരം കാമുകിനോട് സംസാരിക്കണം, എന്നിട്ട് കാമുകിയോട് സംസാരിക്കുക മാത്രമല്ല ഒരു 5 ഒന്നിങ്ങനെ ചുംബിക്കണം, അങ്ങനെ പലതും വേണം. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കലുണ്ട്. നിങ്ങൾക്കിങ്ങനെ മനസ്സിൽ പ്രേമം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ, അതുകൊണ്ട് നിങ്ങളങ്ങനെ നടന്നോളി. പക്ഷേ എനിക്കത് പോരാ, ഞാൻ 5 നേരം പോയിട്ട് കാമുകിയോട് വർത്താനം പറയണം, സംസാരിക്കണം, നമ്മളെ കാര്യങ്ങളൊക്കെ പറയണം, പിന്നെ നിലത്തൊക്കെ പിന്നെ മൂക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുംബിക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ തസവൂഫ് ഒരു അനുഷ്ഠാന വിഷയമാവാതെ, അതൊരു അനുഭവമൊന്നും ആകാതെ ഇങ്ങനെ കുറേ എങ്ങനെ വർത്താനം പറയാം, പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കഷൻ നടത്താം, ചർച്ച ചെയ്യുക, അങ്ങനെയുള്ളൊരു മേഖലയിൽ വലിയ ഇൻട്രസ്റ്റഡ് അല്ല ഞാൻ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ഒരു വൈജ്ഞാനിക വിഷയം എന്നുള്ള നിലക്ക് മാത്രമല്ല ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ഒരു അനുഷ്ഠാന വിഷയമാണ്. ഇന്നത്തെ കാലത്ത് ഷാമുഅദ്ദീനെ നിങ്ങൾക്ക് ഒരുപാട് സൂഫി എഴുത്തുകാരെ കാണാം. പക്ഷേ സൂഫികളെ എവിടെ കാണുക? സൂഫികളാണെന്ന് പറയുന്ന ആൾക്കാരെ പലരും കാണുകയൊക്കെ ചെയ്യും. പക്ഷേ സൂഫികളെ എവിടെ കാണാൻ സാധിക്കുന്നത്? കാണാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ടെക്നോളജിയൊക്കെ വികസിച്ച ഈ പശ്ചാത്തലത്തിൽ ഇതൊക്കെ തസൗഫിന് അനുകൂലമൊന്നുമല്ല. പടച്ചവനെ പറ്റി മാത്രം വിചാരിച്ചൊക്കെ ഇരിക്കേണ്ടി വരും അല്ലേ? അള്ളാഹിനെ പറ്റി മാത്രം വിചാരിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മൊബൈലും എല്ലാം അടിച്ചാൽ എന്താ കാട്ടുക? ഒരു അല്ലേ മൻ അസ്ബാഹിലില്ലാഹി അർബഈന യൗമൻ പിന്നെ തഖ്റുജുമിൻഹു യനാബിയുൽ ഹിക്മത്തി എന്നല്ലേ? അള്ളാഹുവിനെ പറ്റി മാത്രം വിചാരിച്ചിട്ട് ഒരു 40 ദിവസം ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഹിക്മത്ത്, അതാണ് ഹിക്മത്ത്. അങ്ങനെ കിട്ടുന്നതാണ് ഈ ഹിക്മത്ത് പറഞ്ഞാൽ. അപ്പോൾ ആ ഹിക്മത്ത് കിട്ടണമെങ്കിൽ പടച്ചവനും വിചാരിച്ചുകൊണ്ട് ഇരിക്കണ്ടേ? അതിന് ഇരിക്കുമ്പോഴേക്കും മൊബൈലും എല്ലാം അടിച്ചാൽ പിന്നെ വിചാരം കഴിഞ്ഞില്ലേ അവിടെ? അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി ഇങ്ങനെ വികസിച്ച ഈ സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ സൂഫി ഉണ്ടാവുക? അതുകൊണ്ട് എന്നാലും അത്രയും കാലഘട്ടത്തിലും സൂഫികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇപ്പോൾ നമ്മൾ അത്തിപ്പറ്റ ഉസ്താദൊക്കെ മരിച്ചല്ലോ. അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഉണ്ടാവും, വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് യഥാർത്ഥത്തിലുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഇങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ടൈറ്റിലിനെ പറ്റി പിന്നെ നമ്മൾ സംസാരിക്കണത്. സൂഫി ശതഹാത്തും അനുബന്ധ വ്യക്തികളെന്നാണ് ഈ പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആദ്യമായി സൂഫിസത്തെ പഠിക്കുമ്പോൾ, സൂഫിസത്തെ ഒരു ചർച്ചാ വിഷയമാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മളെ പിന്നെ ഉവൈസുൽ ഖർനി. യഥാർത്ഥത്തിൽ സൂഫിസത്തെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കി സൂഫിസത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കാണാൻ സാധിക്കും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 3-ാം ഭാഗത്തിലെ ഉവൈസുൽ ഖർനിയെ പറ്റി പറയുന്നുണ്ട്. ഉവൈസുൽ ഖർനിയുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉവൈസുൽ ഖർനിയെ പറ്റി പറഞ്ഞതും, ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് തന്നെ അദ്ദേഹത്തെ കാണാൻ കിട്ടുമായിരുന്നു. കാരണം അദ്ദേഹം ഭ്രാന്തനാണ് ആ വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത്, ഭ്രാന്തനാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിനായിട്ടൊരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു മുമ്പിൽ. അവരെ തറവാട്ടിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് റൂമുണ്ടാക്കി കൊടുത്തു. മൂപ്പര് വരുമൊന്നുമില്ല, പള്ളിക്കലേക്ക് പോകും, അങ്ങനെ വീട്ടിലേക്കാണ് വരുന്നല്ല, വീട്ടുകാരായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായില്ല. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കുറേ ഉണക്ക റൊട്ടിയൊക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ അണ്ടിയൊക്കെ പെറുക്കിയിട്ട് അതൊക്കെ വിറ്റിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നു. വസ്ത്രമാണെങ്കിൽ പിന്നെ ഈ കുപ്പക്കുഴികളിലൊക്കെ പോയിട്ട് കീറ കഷ്ണങ്ങൾ കൊടുന്നിട്ട് അത് തുന്നി ഉണ്ടാക്കിയിട്ടാണ് വസ്ത്രമൊക്കെ എടുക്കുക. അദ്ദേഹം ഗസാലി പറയുന്നുണ്ട്, ഖിത്താൻ മിനൽ പിന്നെ മസാബിലി കുപ്പക്കുഴികളിൽ പോയിട്ട് അദ്ദേഹം ഈ കീറ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവരും, എന്നിട്ട് അതൊക്കെ തുന്നിയിട്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. വസ്ത്രമൊക്കെ അങ്ങനെയിരുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി ഇമാം പറയുന്നത് അങ്ങനെ പിന്നെ അദ്ദേഹം ഉവൈസുൽ ഖർനിയെ പറ്റി പറയുന്ന ഭാഗം, ഹത്താ ഇന്ന ഉവൈസൻ അൽ ഖർനി കാന യളുന്നു അഹ്ലുഹു അന്നഹു മജ്നൂനൻ ലിശിദ്ദതി തളീഖിഹി അലാ നഫ്സിഹി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അദ്ദേഹം സ്വയം ക്ലേശിച്ച് ജീവിക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്തിനപ്പം അങ്ങനെ ക്ലേശിക്കണം, അതൊക്കെ ഭ്രാന്തയിക്കാരെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഭ്രാന്തനായിട്ടാണ് കണ്ടിരുന്ന ആളുകളൊക്കെ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ബനൗലഹു ബൈത്തൻ അല ബാബി ദാരിഹിം, മുമ്പിലൊരു വീട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. പക്കാന എഴുത്തി അലഹിം വസ്സനത്താനി വസ്സലാത്തിലായ 2-3 കൊല്ലം ആൾക്കാർ വീട്ടുകാരൻ അദ്ദേഹത്തെ കാണുകയൊന്നും ചെയ്യൂല. അങ്ങനെ വക്കാന യഖ്റുജു അവ്വലൽ അദാനി വയൗതി ഇലാ മൻസിലിഹി ബഅദൽ ഇശാഇ അൽ ആഖിറത്തി. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്കലേക്ക് പോകും. സൂഫികൾ ബാങ്ക് കൊടുത്താൽ പള്ളിക്കലേക്ക് പോകണം എന്നതിൻ്റെ അർത്ഥം. ഈ ഉവൈസുൽ ഖർനിയെ മാത്രം പഠിച്ചാൽ എന്താണ് ഇസ്ലാമിക തസവുഫ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ എല്ലാ വിധേനയും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്. കാന യഖ്റുജു അവ്വലൽ അദാനി വയൗതി ഇലാ മൻസിലിഹി ബഅദൽ ഇശാഇ അൽ ആഖിറത്തി വകാന തആമുഹു അൻ യൽതഖിത അൻ-നവാ വകുല്ലമാ അസാബ ഹശഫത്തൻ ഖബ്ബഅഹാ ലിഇഫ്താരിഹി വഇല്ലം യുസ്ബിഹാ മാ യുഖവ്വിതു മിനൽ ഖശ്ഫി ഫബാഅ അൻ-നവാ വഷ്തറ
ബിഹി മാ യുഖവ്വിതുഹു. അദ്ദേഹം ഇങ്ങനെ അണ്ടി ഒക്കെ പെറുക്കിയിട്ട് അതൊക്കെ വിറ്റുകാണ്ട് അങ്ങനെ ജീവിച്ചിട്ട് ചിലപ്പോൾ ഉണക്ക റൊട്ടിയൊക്കെ ഉണ്ടാവും. അത് അദ്ദേഹം നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്തു വെക്കും, അതുപോലെ അത്താഴത്തിനൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് അദ്ദേഹം പിന്നെ വകാന ലിബാസുഹു മിമ്മാ യൽതഖിതു മിനൽ മസാബിലി മിൻ ഖിതഇൽ അക്സിയതി. തുണി കഷ്ണങ്ങളൊക്കെ കുപ്പക്കുഴികളിലൊക്കെ പോയിട്ട് എടുത്തുകൊണ്ടിട്ട് യഗ്സിലുഹാ ഫിൽ ഫുറാത്തി, യൂഫ്രട്ടീസ് കൊണ്ടുപോയിട്ട് കഴുകും. വയുൽഫിഖു ബഅദഹാ ഇലാ ബഅദിൻ സുമ്മ യൽബിസുഹാ വകാന ദാലിക ലിബാസുഹു വകാന റുബ്ബമാ മർറ സുര്യാന ഫയർമൂനഹു. കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ അദ്ദേഹത്തെ കല്ലെടുത്തെറിയും, ഭ്രാന്തനല്ലേ, അതുകൊണ്ട് കുട്ടികളൊക്കെ കല്ലെടുത്തെറിയുന്നു. വയലൂന അന്നവും മജുനൂനും ഭ്രാന്തനെന്ന് ഒരു വിചാരം. ഫയഖൂലു, അപ്പോൾ അദ്ദേഹം കുട്ടികളോട് പറയാ ഇഖ്വത ഇൻ കുൻതും വലാ ബുദ്ദാൻ തർമൂനി ഫർമൂനി ലി അഹ്ജാരിൻ സിഗാരിൻ ഫഇന്നി അഖാഫു അൻ തുദുമു അഖബി ഫയഹ്ദുറു വഖ്തു സ്വലാത്തി വലാ ഉസീബുൽ മാ. കുട്ടികളോട് പറയും, കുട്ടികളെ നിങ്ങൾക്ക് ഇന്ന് എറിയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ചെറിയ കല്ലെടുത്തിട്ട് എറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ മേല് മുറിയാവും, എന്നിട്ട് എൻ്റെ മേല് രക്തം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന് സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾ ചെറിയ കല്ലൊക്കെ എടുത്തിട്ട് എറിഞ്ഞോട് വലിയ നിർബന്ധമാണെങ്കിൽ. അങ്ങനെ ഹാക്കഥ കാനത്ത് സീറത്തു, ഇങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇടയിൽ നടക്കുന്നുണ്ടാവും ചിലപ്പോൾ സൂഫികളൊക്കെ ഇങ്ങനെ. അത് നമ്മൾക്ക് പ്രസിദ്ധരായിക്കൊള്ളുന്നില്ല, അറിയണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നുണ്ടാവും ചിലപ്പോൾ. നമ്മൾ വിചാരം ഒരു ഭ്രാന്തൻ തന്നെയൊക്കെ അറിയാം നമ്മൾക്ക് വിചാരം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ഇമാം ഗസാലിൻ്റെ പേര് ഞാൻ കേൾക്കുന്നത് ഒരു ഭ്രാന്തൻ്റെ അടുത്താണ്. ഞാനിങ്ങനെ 4ാം ക്ലാസ്സിൽ മദർസിൽ പഠിക്കുകയാണെന്ന്. 4ാം ക്ലാസ്, ഇപ്പോൾ എനിക്കൊരു 9 വയസ്സ് വലിയ പ്രായം ഉണ്ടാകുക. 4ാം ക്ലാസ്സിൽ മദർസിൽ പഠിക്കുമ്പോൾ മദർസ വിട്ടുകൊണ്ട് കൊളപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് മദർസിൽ പഠിക്കണേ. മദർസ കുറച്ച് അധിക സമയം എടുക്കണതിന് കുഴപ്പമുണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ പറഞ്ഞ് കുറച്ച് എവിടെയെങ്കിലും എത്തുമ്പോഴൊക്കെ കുറച്ച് നേരമാവും. ഈ കണക്കാക്കി 1 മണിക്കൂറിൽ ചിലപ്പോൾ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാൻ വൈകിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു സുഹൃത്ത് ഞാനും പോരുന്നുണ്ട് നിന്നോട് പറഞ്ഞിരുന്നു. അയാൾ വാഹനമുള്ള ആളാണ്, പക്ഷേ അയാൾ അവസാനം വെച്ചുകൊണ്ട് ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബസ്സിന് തന്നെ പോരേണ്ടി വന്നു. അതാ വൈകാൻ കാരണം. ഞാൻ വൈകിയതിന് ഞാനല്ല ഉത്തരവാദി. ഞാൻ ഉത്തരവാദിയാണ്, അയാളെ വിശ്വസിച്ചു എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഏതായാലും പിന്നെ അങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ആൾക്കാരൊന്നും അങ്ങനെ പലപ്പോഴും പറഞ്ഞാൽ മതിയൊന്നും ആവില്ല. അതുകൊണ്ട് നമുക്കും കഴിയൂല പറഞ്ഞ മാതിരി ചെയ്യാൻ. ബാക്കിയുള്ളതൊക്കെ ആശ്രയിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ജീവിക്കുക. അങ്ങനെ ഏതായാലും അദ്ദേഹത്തിന് ഞാൻ ഒരു ഭ്രാന്തൻ, ഞാൻ മദ്രസയിൽ നിന്ന് പോരുന്ന സമയത്ത് എൻ്റെ ഒരു ഭ്രാന്തൻ നിന്നിട്ട് പ്രസംഗിക്കണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ എൻ്റെ ഒപ്പമുള്ള കുട്ടികളൊക്കെ പാഞ്ഞു, ഭ്രാന്തനല്ലേ. അപ്പോൾ അദ്ദേഹം പാടുകയാണ്. എന്നിട്ട് പിന്നെ ആഖിർ സമാനിൽ ചില കൂട്ടർ വരുന്നവരാം, അവരോടടുക്കുകയോ ശണ്ടക്കൊരുങ്ങുകയോ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി ഖദ് അമറ. വസാലിമാം അവരാലുണ്ടാക്കിയ ഇഹ്യ, അതിനെ പഠിച്ചിടുവീൻ, മുറുകെ പിടിച്ചിടുവീൻ. ഭ്രാന്തനാണ് ഇയാള്. എല്ലാവരും അദ്ദേഹത്തെ ഭ്രാന്തനായിട്ടാണ് കാണുന്നത്. ഞാൻ എന്തോ അത്ഭുതവശാൽ എനിക്ക് അന്ന് അദ്ദേഹം ചൊല്ലിയ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്നുള്ള ആ പാട്ട് എൻ്റെ മനസ്സിൽ അന്ന് പതിഞ്ഞതാണ്. ഗസാലിമാം ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ ഗസാലിമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ കാണുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സൂഫി എന്ന് പറയുന്നത് അങ്ങനെ ആരാ ഇരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനുള്ള പിന്നെ ഇങ്ങനെ ഇനി കുറെ കുപ്പായം തന്നെ ഇടണമെന്നൊന്നുമില്ല. പക്ഷേ ഉവൈസുൽ ഖർനി ഇത്തരത്തിലുള്ള ഒരാളായിരുന്നു. എന്നിട്ട് ഇനി അവിടുന്ന് മനസ്സിലാക്കേണ്ടത് വലഖദ് അള്ളമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറഹു. റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള സൂഫി. ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ, ബാക്കിയുള്ളവർക്ക് പിന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ സൂഫി എന്നുള്ള പദമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുള്ള സൂഫിസം എന്ന് പറഞ്ഞാൽ പേര് പറയാത്ത സൂഫിസല്ലേ, പലരും പേര് പറയാത്തത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സലഫിസം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ സലഫിസം എന്നും പേര് പറഞ്ഞിട്ടാ. 3 നൂറ്റാണ്ട് വരെയുള്ള ജീവിതത്തെ സലഫികൾ എന്ന് പിൽക്കാലത്തൊരു വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അന്ന് ഞങ്ങൾ സലഫികളാന്ന് പറഞ്ഞാൽ സഹാബത്ത് ഇപ്പോൾ നമ്മളായിട്ട് തന്നെ സലഫികൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സലഫികൾ എന്ന് അവരെ വിശേഷിപ്പിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ആ വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ പറയുന്നതല്ലേ. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പേര് പറയാത്ത ഈ തസവ്വുഫാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് അതിന് പേര് വരുന്നത്. അതാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഖദ് അള്ളമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം കിട്ടിയാണ്. ഫഖാല ഇന്നി ലഅജിദു നഫ്സർ റഹ്മാനി മിൻ ജാനിബിൽ യമനി ഇശാറത്തൻ ഇലൈഹി റഹ്മഹുല്ലാഹ്. ഉവൈസുൽ ഖർനിയെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നി ലഅജിദു നഫ്സർ റഹ്മാനി മിൻ ജാനിബിൽ യമനി, യമനിന്റെ ഭാഗത്ത് നിന്ന് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ശ്വസനം എനിക്ക് കിട്ടുന്നു.
അള്ളാഹുവിൻ്റെ ശ്വസനം, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്രീത്തിങ് എനിക്ക് വരുന്നുണ്ട് യമനിൻ്റെ ഭാഗത്തു നിന്ന് ഉവൈസുൽ ഖർനിയെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ചരിത്രം. പിന്നെ വലമ്മ വല്ലൽ ഖിലാഫത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ ഉമർ ഖത്താബ് പറയാം, അയ്യുഹന്നാസ് മൻ കാന മിൻകും മിനൽ ഇറാഖി, നിങ്ങളുടെ കൂട്ടത്തിൽ ഇറാഖുകാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫല്യ കുന്തിങ്ങി എണീറ്റിക്കും വഖാമു, അപ്പോൾ ആൾക്കാരൊക്കെ ഇറാഖുകാരൊക്കെ എണീറ്റുന്നു. വഖാല ഇജ്ലിസു ഇല്ലാമൻ കാന മിൻ അഹ്ലിൽ കൂഫ, എന്നാ കൂഫക്കാരല്ലാത്തവരൊക്കെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ജലസു, അപ്പോൾ അവരൊക്കെ ഇരുന്നു. വഖാല ഇജ്ലിസു ഇല്ലാമൻ കാന മിൻ മുറാദ്, കൂഫയിലെ അവിടുത്തെ മുറാദ് എന്നുള്ള പ്രദേശത്തുകാരല്ലാത്തവരൊക്കെ എണീക്കുന്നതാണ്. അപ്പോൾ ജലസു, ബാക്കിയുള്ളവരൊക്കെ ഇരുന്നു. വഖാല ഇജ്ലിസു ഇല്ലാമൻ കാന മിൻ കർണുകാരല്ലാത്തവരൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ജലസു കുല്ലുഹും ഇല്ല റജുലൻ വാഹിദൻ, എല്ലാവരും ഇരുന്നു, ഒരാൾ മാത്രമേ ഇരുന്നില്ല, അയാൾ കർണിയനാ. ഫഖാല ലഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ കർണിയുൻ അന്ത, കർണുകാരനാണല്ലോ? ഫഖാല നഅം, അതെ. ഫഖാല തഅരിഫു ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി, ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി എന്ന ഒരാൾ എനിക്ക് പരിചയമുണ്ടോ? ഫവസഫഹു ലഹു, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാല നഅം, പരിചയമുണ്ട്. വമാദാക തസ്അലുഹു യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ ഫീനാ അഹ്മഖു മിൻഹു വലാ അജന്ന മിൻഹു വലാ ഔഹശ മിൻഹു വലാ അദ്നാ മിൻഹു. ഉവൈസുൽ ഖർനി എന്താ അദ്ദേഹം വിശേഷിപ്പിച്ചത്? പടച്ചവനാണ് സത്യം. എന്തിനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്നത്? അല്ലാഹി മാഫീന അഹ്മഖു മിൻഹു, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഡ്ഢി, അദ്ദേഹത്തെക്കാണ് വലിയൊരു വിഡ്ഢി ഞങ്ങളുടെ നാട്ടിലില്ല. വലാ അജന്നു മിൻഹു, അദ്ദേഹത്തെക്കാണ് ഭ്രാന്തുള്ള ആളെ നമ്മുടെ നാട്ടിലില്ല. വലാ ഔഹശു മിൻഹു, അദ്ദേഹത്തെക്കാണ് ഒറ്റപ്പെട്ട് നടക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആളില്ല. വലാ അദ്നാ മിൻഹു, അദ്ദേഹത്തെക്കാണ് നീചനായിട്ടുള്ള ഒരാളില്ല. ഇങ്ങനെയുള്ള ഒരാളായിട്ടാണ് ആ സഹാബി വര്യൻ ഉവൈസുൽ ഖർനിയെ മനസ്സിലാക്കിയത്. ഇപ്പോൾ ബക്കാ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. തുമകാല മാ ഖുൽതു ഇല്ലാ ലിഅന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു യദ്ഖുലു ഫീ ശഫാഅത്തിഹി മിസ്ലു റബീഅ വ ഉമർ, ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വക്കലിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശഫാഅത്ത് മുഖേന റബിയ ഗോത്രം മുതൽ ഗോത്രം, വലിയ ഗോത്രങ്ങൾ അറബിയിലെ, ആ ഗോത്രത്തിലുള്ള അത്രയും എണ്ണം ആൾക്കാർ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഫഖാല ഹറമുബിനു ഹയ്യാൻ, അപ്പോൾ ഹറമുബിന് ഹയ്യാൻ എന്ന സഹാബി പറയാം, ലമ്മാ സമയത്തു ഹാദൽ ഖൗല, ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത് കേട്ടപ്പോൾ ഖദീംതുൽ കൂഫത, ഞാൻ കൂഫയ്ക്ക് ചെന്ന് നോക്കി. ഫലം യകുല്ലി ഹമ്മുൻ ഇല്ല അൻ അത്ലുബ ഉവൈസുൽ ഖർനി, ഉവൈസുൽ ഖർനിയെ കാണൽ മാത്രം ഉദ്ദേശം. വഅസ്അലു അൻ ഹത്താ സഖത്തു അലൈഹി ജാലിസൻ അലാ ഷാത്തിൽ ഫുറാത്തി, അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു ഉച്ച സമയത്ത് അദ്ദേഹം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യതവല്ലു, ഒളുണ്ടാക്കുകയാണ്. വയഗ്സിലു സൗബഹു, വസ്ത്രമൊക്കെ അലക്കിക്കൊണ്ടിരിക്കാം. ഫഖാല ഫഅറഫ്തുഹു ബിന്നഅതില്ലദീ നുഇതലി, എനിക്ക് കിട്ടിയ വിശേഷണവും ഗുണഗണങ്ങളും മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ഞാൻ എനിക്ക് പരിചയമായി. ഫൈദാ റജുലുൻ ലഹീമുൻ ഷദീദുൽ ലദമത്തി, അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം അത്യാവശ്യം കുറച്ചൊക്കെ തടിയൊക്കെ വണ്ണുള്ള ഒരാളാണ്. മഹലൂഖുർ റൗസി, തല മുണ്ടനം ചെയ്തിട്ടുള്ള ആളാണ്. കസ്തുൽ ലഹിയത്തി, താടിയൊക്കെ ഇങ്ങനെ തിങ്ങിയ താടിയുള്ള ആളാണ്. മുത്തഗയ്യിറുൻ ജിദ്ദൻ, ആകെ വിവരണമാണ് ശരീരം. കരീഹുൽ വജിഹി, മൂത്തുമൊക്കെ വലിയ സൗന്ദര്യമൊന്നുമില്ല. മുത്തഹയ്യിബുൻ മന്ദരി, എന്നാൽ കണ്ടാൽ കുറച്ചൊരു ഗാംഭീര്യമൊക്കെ ഉണ്ട് താനും. ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള അനുഭവം പറയണം. ഫസല്ലം തു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാമ, സലാം അടക്കി. വനളറ ഇലയ്യ, അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. ഫഹയ്യാക ഫഖാല ഖുൽതു ഹയ്യാകല്ലാഹ് മിൻ റജുൽ, അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. വമദത്തു യദീ ലിയുസാഫിയഹു ഫഅബ, കൈ ഷെയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. അൻ യുസാഫിഹനി. ഫഖുൽതു റഹിമകല്ലാഹ് യാ ഉവൈസ് വഗഫറ ലക കൈഫ അൻത റഹിമകല്ലാഹ്, എന്തൊക്കെ നിങ്ങളെ വർത്താനം ഉവൈസ് എന്ന് ചോദിച്ചു. സുമ്മ ഖനഖനി അൽ അബറതു മിൻ ഹുബ്ബിയാഹു, അദ്ദേഹത്തോട് വല്ലാത്തൊരു അനുരാഗം എനിക്ക് തോന്നിയിട്ട് എൻ്റെ കണ്ണുകൾ ജലാർദ്രമായി. റിഖത്തി അലിഹി, അദ്ദേഹത്തോട് ഒരു ആർദ്രത എനിക്ക് തോന്നി. ഇത് റായിത്തു മിൻ ഹാരിഹി മാ റായിത്തു അത്താ ബക്കൈത്തു, എന്നെ കരയിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഫഖാല വാന്ത ഹയ്യാക യാ ഹറം ബിൻ ഹയ്യാൻ, അങ്ങനെയും നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഹറം ബിൻ ഹയ്യാൻ പേര് വിളിച്ചിട്ടാണ് പറഞ്ഞത്. കൈഫ അൻത യാ അഖി വമൻ ദല്ലക അലയ്യ ഖാല ഖുൽതു അല്ലാഹു, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള വിവരം ആരാ തന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് ഉവൈസുൽ ഖർനി. ഫഖാല അല്ലാഹു തആല, അള്ളയാണ് എനിക്ക് വിവരം തന്നത്. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇൻ കാന വഅദു റബ്ബിനാ ലമഫഊല എന്ന് പറഞ്ഞു. ഖാല ഫഅജിബ്തു ഹീന അറഫനി വലാ വല്ലാഹി മാ റഅയ്തുഹു ഖബ്ല ദാലിക വലാ റആനി ഫഖുൽതു മിൻ ഐന അറഫ്ത ഇസ്മി. അപ്പോൾ തിരിച്ചു ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിരിക്കുകയാണല്ലോ,
ഈ സഹാബി വര്യൻ്റെ പേര് അദ്ദേഹത്തിന് അറിയില്ല, കണ്ടിട്ടില്ല. അദ്ദേഹം പറയാണ്, ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം എൻ്റെ പേര് വിളിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ബാപ്പാൻ്റെ പേരും വിളിച്ചു. അങ്ങനെ ഇപ്പോൾ മാറായിത്തുക കബിലല്ലോമി, ഇതിൻ്റെ മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കാല നബ്ബഅനി അൽ അലീമുൽ ഖബീർ, പടച്ചോൻ എനിക്ക് വിവരം തന്നു. വഅറഫ്തു റൂഹി വറൂഹക ഹീന കല്ലമത നഫ്സി നഫ്സക, അങ്ങയുടെയും എൻ്റെയും ആത്മാക്കൾ തമ്മിൽ സംഭാഷണം നടത്തിയല്ലോ. ആ സംഭാഷണത്തിൽ കൂടി എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇന്നൽ അർവാഹ ലഹ അൻഫുസ് കഅൻഫാസിൽ അജ്സാദി, മനുഷ്യൻ്റെ ശരീരത്തിൽ മനസ്സുള്ളതുപോലെ മനുഷ്യൻ്റെ ആത്മാവിനും മനസ്സുണ്ട്. വഇന്നൽ മുഅ്മിനീന യഅരിഫു ബഅദുഹും ബഅദൻ, മുഅ്മിനീങ്ങൾ പരസ്പരം പരിചയപ്പെടും. വയതഹബ്ബൂന ബിറൂഹില്ലാ, അള്ളാഹുവിൻ്റെ ചൈതന്യത്തെ മുൻനിർത്തിക്കൊണ്ട് സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെ. ഇത് ഔലിയാക്കന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഔലിയാക്കന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു നീണ്ട ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ മാഹു ബിഅംബിയാ വല ബിശുഹദാ, അംബിയാക്കളോ ശുഹദാക്കളോ അല്ലാത്തൊരു കൂട്ടം ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ സഹാബത്ത് ചോദിച്ചു, മൻഹും ആരാണത്, അഖ്ബിർനി മൻഹു, അത് ആരാന്ന് പറഞ്ഞു തരും, നുഹിബ്ബുഹും, അവരെ സ്നേഹിക്കണം ഞങ്ങൾക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹി അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലി യതആതുനഹ, പരസ്പരം സാമ്പത്തിക കൊള്ളക്കൊടുക്കുകളൊന്നുമില്ലാതെ രക്തബന്ധമില്ലാതെ അന്യോന്യം സ്നേഹിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ചൈതന്യത്തെ മുൻനിർത്തി സ്നേഹിക്കുന്നവരാണ്. വല്ലാഹി ഇന്നഹും ലനൂറുൻ അലാ മനാബിറ മിൻ നൂരിൻ, അവർ പ്രകാശമാണ്, പ്രകാശത്തിൻ്റെ ഗോപുരങ്ങളിലാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ് വലാ യഹ്സുനുന ഇദാ ഹസിനന്നാസ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വിശേഷണമാണ് ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹി എന്നുള്ള വാക്ക്, അതാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് തഹാബ്ബൂന ബിറൂഹില്ലാഹി യതആറഫൂന വയതകല്ലമൂന, അവർ തമ്മിൽ സംസാരിക്കൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് തമ്മിൽ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. വഇന്നഅത് ബിഹിമുർ ദാർ, എത്ര വിദൂരമാണ് അവരുടെ വീടുകളെങ്കിലും. തഫറഖത് ബിഹിമുൽ മനാസിലു, വീടും നാടൊക്കെ എത്ര വിദൂരസ്ഥമാണെങ്കിലും. ഖാല ഖുൽതു ഹദ്ദിസ്നി റഹ്മത്തുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ ഉവൈസുൽ ഖർനിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വല്ല ഹദീസും എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പോൾ അസ്മഉ മിൻക, നിങ്ങളിരുന്ന് കേൾക്കാനാണ്. ഖാല ഇന്നി ലം ഉദ്രിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. വലം തകുൻ ലി മഅഹു സുഹബത്തുൻ, എനിക്ക് റസൂലുമായിട്ടൊരു സഹവാസം ഉണ്ടായിട്ടില്ല. ബി അബി ഉമ്മി, പക്ഷേ ഞാൻ എന്നെ റസൂലിന് ഞാൻ സമർപ്പിക്കുന്നു. വലാകിൻ റഅയ്തു റിജാലൻ ഖദ് സഹിബൂഹു വബലഗനി മിൻ ഹദീസി, റസൂലിൻ്റെ സഹാബികളെ ചിലരൊക്കെ വയ്ക്ക് കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്ത് ചില ഹദീസൊക്കെ കേട്ടിട്ടുണ്ട്. കമാ ബലഗങ്ങളെ കണ്ടവരിനെ. വലസ്തു ഉഹിബ്ബു അൻ അഫ്ത അലാ നഫ്സി ഹാദൽ ബാബ് അൻ അകൂന മുഹദ്ദിസൻ, ഞാനൊരു മുഹദ്ദിസായിട്ടോ മുഫ്തിയായിട്ടോ ഖാദിയായിട്ടോ ഒരു എന്നെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തലിൻ്റെ കവാടം തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകളിൽ നിന്നൊക്കെ ഞാൻ വിട്ടുനിൽക്കുകയാണ്. യാ ഹരിമു ബിൻ ഹയ്യാൻ ഫഖുൽതു യാ അഖി ഇഖ്റ അലി ആയത മിനൽ ഖുർആനി അസ്മഉഹാ മിൻക വദ്ഉ ലി ബിദഅവാതിൻ വഔസിനി ബിവസിയത്തിൻ അഹ്ഫദുഹാ മിൻക, നിങ്ങൾ അല്ലാഹുവിൻ്റെ ഖുർആനിൽ വല്ല ആയത്ത് ഓതി തരി, അത് കേൾക്കട്ടെ. ഫഇന്നി ഉഹിബ്ബുക ഫില്ലാഹി ഹുബ്ബൻ ശദീദൻ. ഖാല ഫഖാമ വഅഖദ ബിയദി അലാ ഷാത്തിൽ ഫുറാത്തി, യൂഫ്രട്ടീസ് നദിയിലേക്ക് കൈയും പിടിച്ചുകൊണ്ട് പോയി. ثم قال أعوذ بالله السميع العليم من الشيطان الرجيم ثم بكى ثم قال ربي والحق قول ربي وأصدق الحديث حديثه وأصدق الكلام كلامه ثم قرأ وما خلقنا السماء والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. ഇതാ പറയുന്നത്. ഈ ആയത്താണ് ഓതി കൊടുത്തത്. ഇതിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒമാ ഖലഖന സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ലാഇബീൻ, പ്രപഞ്ചം ആകെ മിഥ്യയാണെന്ന് പറയണേ അല്ലേ, പ്രപഞ്ചമൊക്കെ മിഥ്യയാണെന്ന് പറയുന്ന ഐഡിയലിസം മോണിസം, അദ്വൈത സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ നിന്ന് ഇപ്പോഴേ ആ സിദ്ധാന്തത്തിന് ഈ തസവുഫിൻ്റെ വഴി തീരെ അന്യമാണെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ആയത്തിൽ തന്നെ ഉവൈസുൽ ഖർനി ഓതി കൊടുക്കാൻ ആയത്ത് തന്നെ പ്രപഞ്ചമൊക്കെ ഹക്ക് തന്നെയാണെന്ന്. സുമ്മക്കാല റബ്ബി വൽ ഹക്ക് എന്ന് പറഞ്ഞാൽ വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖി, ഹക്കായിട്ട് തന്നെ പഠിച്ചിരിക്കുന്നത് ഉള്ളത് തന്നെയാണ്. അതിന് അസ്തിത്വം ഉണ്ട്. പക്ഷേ അതിന് യഥാർത്ഥത്തിലുള്ള അസ്തിത്വം അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോ പിന്നെ നമ്മൾ വഹദത്തുൽ വജൂദൊക്കെ മനസ്സിലാക്കുന്ന സംഗതി തന്നെയാണത്. പിന്നെ അവർക്ക് ഞാൻ വരാം. വലാകിൻ അക്സറൻ നാസിലായാലും ഹത്തന്ത. പിന്നെ അങ്ങനെ ഈ ആയത്ത് അദ്ദേഹം ഓതിയിട്ട് ഷഹഖത്തൻ പിന്നെ അങ്ങോട്ട് ഒച്ചട്ടു ദയനത്തു അന്നഹു ഖദ് ഖുശിയ അലൈഹി, അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാവുകയാണ് എനിക്ക് തോന്നി. സുമ്മഖാല യബ്ന ഹയ്യാൻ മാതാബൂക, ഹയ്യാൻ നിങ്ങളെ വാപ്പ മരിച്ചിരിക്കണേ. വയൂഷിക്കുവാൻ തമൂത്ത, അതൊക്കെ അദ്ദേഹം പറയണേ, നിങ്ങളെ വാപ്പ മരിച്ചിരിക്കണല്ലോ. വയൂഷിക്കുവാൻ തമൂത്ത, അടുത്തന്നെ നിങ്ങൾ മരിക്കും.
വൈമായിര ജന്ന വൈമായിര നാര്യൻ, നരകത്തിലോ സ്വർഗത്തിലേക്കോ ആണ് പോവുക. വമാ താബൂക്ക്, ആദം നബി മരിച്ചല്ലോ, നിങ്ങളെ ഉമ്മ ഹവ്വ മരിച്ചല്ലോ, നൂഹ് നബി, ഇബ്രാഹിം നബി, ഖലീലുർ റഹ്മാൻ, മൂസാ നബി എല്ലാവരും മരിച്ചല്ലോ, ദാവൂദ് നബി, ഖലീഫത്തുർ റഹ്മാൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്തായിരിക്കണല്ലോ. മാത്ത അബൂബക്കർ ഖലീഫത്തുൽ മുസ്ലിമീൻ വമാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് അഖി വസഫിയി. ثم قال يا عمر قال فقلت رحمك الله إن عمر لم يمت. ഇദ്ദേഹം പോരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചിട്ടില്ല. ഈ മരിച്ച വിവരം ആരെടുത്താണ് കിട്ടുന്നത്? മരിച്ച വിവരം കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് ഹാരിം ഇബ്നു ഹയ്യാന് കിട്ടുന്നത്. വഖാല നആഹു ഇലയ്യ റബ്ബി വനആ ഇലാ നഫ്സി, എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയുള്ള വിവരം റബ്ബിൻ്റെ അടുത്ത് കിട്ടിയിരുന്നത്. സുമ ഖാല അന വഅൻത ഫിൽ മൗത കഅന്നഹു ഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ ദഅ ബിഅവാത്തിൻ, പിന്നെ കുറേ പ്രാർത്ഥിച്ചു. സുമ ഖാല ഹാദിഹി വസിയ്യതി ഇയ്യാക ഇബ്നു കിതാബുല്ലാഹി വനഹ്ജു സാലിഹീൻ അൽ മുഅ്മിനീൻ, നിങ്ങളോടുള്ള എൻ്റെ വസിയത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും സജ്ജനങ്ങളുടെ വഴിയും നിങ്ങൾ മുറുകെ പിടിക്കണം. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ ഇതാ റജഅത്തായി ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ തിരിച്ചു എന്നാൽ നിങ്ങൾ പറയേണ്ടത് ഇത് തന്നെയാണ്. വൻസഹിലിൽ ഉമ്മത്തി ജമിയൻ ഇയ്യാക്കാൻ തുഫാരിഖൽ ജമാഅത്ത, മുസ്ലിങ്ങളുടെ ജമാഅത്തിന് പിരിഞ്ഞു പോകരുത്. മുസ്ലിങ്ങളുടെ ജമാഅത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ സംഘത്തിൽ തന്നെ നിങ്ങൾ നിൽക്കണം. അതിനോട് നിങ്ങൾ വേറെ പിരിഞ്ഞു പോകരുതെന്ന് ജനങ്ങളോട് പറയണം. ഇല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. യൗമുൽ ഖിയാമ ഉദ്ഉലി വലി നഫ്സിക അല്ലാഹുമ്മ ഇന്ന ഹാദാ യസ്അം അന്നഹു യുഹിബ്ബുനി ഫീക വസാറനി മിൻ അജലിക, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് വേണ്ടിയിട്ട് നിന്നെ വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് വാദ്ഖിൽഹു അലയ്യ ഫീ ദാരിക, അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം. അങ്ങനെ ഇത് പിന്നെ മാതും തായി, അങ്ങനെ കുറേ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം ഇനി ഇതൊരു പിന്നെ സംഭവം മുഴുവൻ ഞാൻ വായിക്കണില്ല. ആ സംഭവത്തോടുകൂടി എന്നിട്ട് അദ്ദേഹം പിന്നെ അവസാനം സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതാ കസ പിന്നെ അദ്ദേഹം താഴത്തില്ലായി ലൈസമിന ദുന്യാ, അങ്ങനെ അദ്ദേഹം പോന്നു. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ആ നിമിഷത്തിൽ അദ്ദേഹവും ഞാനവിടുന്ന് വേർപെട്ടു. പിന്നെ അദ്ദേഹത്തെ പറ്റി ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈ സംഭവം ഉദ്ധരിക്കാൻ കാരണം ഉവൈസുൽ ഖർണിയുടെ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലല്ലോ ഉവൈസുൽ ഖർണി, സുഹബത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹമാണ് സൂഫികളുടെ ഒന്നാമത്തെ ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൂഫി ജനങ്ങളുടെ ഇടയിൽ അത്ര പ്രസിദ്ധനും പ്രശസ്തനൊന്നും ആയിക്കോളുന്നില്ല. ജനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ ഒരു ആന്തനായിട്ടും വിചാരിച്ചു എന്ന് വരും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർ, അപ്പോൾ പ്രശസ്തി മോഹിക്കാത്ത, പ്രസിദ്ധി മോഹിക്കാത്ത അത്തരത്തിലുള്ള ആളുകളായിരിക്കും സൂഫികൾ. അങ്ങനെയുള്ള ആ വഴിയിൽ കടന്നു പോന്നിട്ടുള്ള ആ വഴിയിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാ റാഷിദീങ്ങളുടെ ഇവരൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിന്നെ അബ്ബാസി ഭരണകാലഘട്ടം വരുന്നതോടുകൂടിയാണ് പിന്നെ നമ്മൾ ഇന്ന് സൂഫികളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ പിന്നെ വരുന്നത്. പിന്നെ അവിടെയാണ് പിന്നെ ഉവൈസുൽ ഖർണി തുടങ്ങിയിട്ടുള്ള നമ്മൾ എണ്ണി പറയുന്ന സൂഫി വര്യന്മാരൊക്കെ. അവരുടെ കൂട്ടത്തിൽ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം. അതാണ് ആ വിഷയത്തിൽ അവർക്കുള്ള ശതഹാത്താണ് പറയുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതി സൂഫിസത്തിൽ എന്ന് പറഞ്ഞാൽ ശതഹാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആനന്ദം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ പറയും. സൂഫികൾക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായല്ലോ സൂഫികളുടെ പ്രണയത്തെ സംബന്ധിച്ച്. സൂഫികൾ പ്രണയം തന്നെ അടിസ്ഥാനം, സൂഫിസത്തിൻ്റെ അടിസ്ഥാനം ഹുബ് തന്നെയാണ് അല്ലേ. അങ്ങനെയാണ് അള്ളാഹിനോടുള്ള ഇഷ്കിലേക്ക് എത്തിച്ചേരലാണ്. മൻ തലബനി വജദിനി ഒമൻ വജദിനി അറഫനി ഒമൻ അറഫനി അഷിഖനി ഒമൻ അഷിഖനി അഷിഖ്തുഹു ഒമൻ അഷിഖ്തുഹു ഖതൽതുഹു ഒമൻ ഖതൽതുഹു ഫാദയ്തുഹു എന്നാണ്. അള്ളാഹു താലാനെ അന്വേഷിച്ച് നടക്കുക. സൂഫികൾ അതേ കാരണം കേവലം കേട്ടറിഞ്ഞ അറിവിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകുക. കേട്ടറിഞ്ഞ അറിവിൽ നിന്ന് മാത്രമല്ല, ജന്മനാ കിട്ടിയിട്ടുള്ള വിശ്വാസം മാത്രമല്ല, ആ വിശ്വാസത്തിനൊക്കെ ഉപരിയായി സ്വന്തമായ അന്വേഷണം അള്ളാഹുവിൽ. പിന്നെ മൻ ജാഹദ ഫീന എന്ന് അള്ളാഹു തആല പറഞ്ഞതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിലൊന്ന് പരിശ്രമിക്കും. കാരണം അള്ളാഹുവിനെ പറ്റി കേവലം നമുക്ക് കിട്ടിയ ജന്മനാ കിട്ടിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കിട്ടിയിട്ടുള്ള വിശ്വാസത്തിന് ഉപരിയായി അള്ളാഹുവിനെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾ പിന്നെ ഡൽഹിയിലെ ജമാ മസ്ജിദിൽ പോയിട്ടുണ്ടെങ്കിൽ ജമാ മസ്ജിദിൻ്റെ വലതുഭാഗത്ത് ഒരു മഖ്ബറ കാണും. അത് പിന്നെ ഷഹീദ് സർമദിയുടെ മഖ്ബറ. ഷഹീദ് സർമദിയാണ് അദ്ദേഹം. ഔറംഗസീബിൻ്റെ കാലത്ത് ജീവിച്ചതാണ്. അദ്ദേഹത്തെ ഔറംഗസീബ് കൊന്നതാണ്. അദ്ദേഹം ഇതുപോലത്തെ ഒരു മജ്ദൂബായിട്ട് നമ്മൾ പറയുന്ന സൂഫികളുടെ കൂട്ടത്തിലൊരാളാണ്. അദ്ദേഹം പിന്നെ ഇങ്ങനെ അദ്ദേഹം സാധാരണ ഇറാനിലേക്ക് കയറ്റുമതി ഇറക്കുമതി എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഔറംഗസീബിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നെ ഈ ഹിമാലയത്തിൽ പോയിരുന്നപ്പോഴേ
ഹിമാലയ പർവ്വതത്തിൽ അദ്ദേഹം പോയിരുന്നപ്പോൾ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം അല്ലേ, പ്രപഞ്ച ഉമാ ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ലാഇബീൻ ഇവിടെ പറഞ്ഞില്ലേ, പ്രപഞ്ചത്തെ ഈ ഉവൈസുൽ ഖർനി ഉദ്ധരിച്ച അതേ ആയത്ത് തന്നെയാണ്. പ്രപഞ്ചത്തെ ദർശിക്കുക, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുക, പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അള്ളാഹുവിലേക്ക് എത്തുക, ലയിക്കുക. അങ്ങനെ പിന്നെ അതായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹം ഹിമാലയ പർവ്വതത്തിൽ പോയിരുന്ന സമയത്ത് ഹിമാലയത്തിൻ്റെ പ്രകൃതി രമണീയത അല്ലേ, എത്ര സുന്ദരമാണല്ലോ ഹിമാലയം. ആ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം കാശ്മീരൊക്കെ ഇപ്പെട്ടതിനല്ലേ, കാശ്മീർ നമ്മൾ പാടുന്നുണ്ടല്ലോ, ഖുദായ ലൗട്ടാതെ വരാ കാശ്മീർ എന്നൊക്കെ പാടുന്ന കാശ്മീരില്ലേ, ഈ ചമൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നില്ലേ, ആ തോട്ടങ്ങളൊക്കെ കാശ്മീരിലാണല്ലോ. എത്രത്തോളം സുന്ദരമാണ് കാശ്മീർ. മുഗൾ ചക്രവർത്തി പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അഗർ ബഹഷ്തുദർ ജമീനത്ത് ഹമീനസ് ഹമീനസ്, സ്വർഗം ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ആ കാശ്മീരൊക്കെ ഉൾപ്പെടെയുള്ള ആ പ്രകൃതി ഭംഗി കണ്ടപ്പോഴേ അദ്ദേഹം അതിൽ അങ്ങോട്ട് ലയിച്ചതിന് ശേഷം അദ്ദേഹം അതിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ പറ്റി ആലോചിച്ച് അദ്ദേഹം സ്വയം വിസ്മൃതനായി. എന്നിട്ട് സ്വയം വിസ്മൃതനായ സൂഫിയായിട്ട് മാറി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പലയിടത്തു കൂടി സഞ്ചരിച്ചിങ്ങനെ അള്ളാഹ്ക്കുള്ള ദിക്റും തസ്ബീഹും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കലേനെ. അങ്ങനെ നടന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ ഔറംഗസീബിൻ്റെ കാലത്താണല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് പിന്നെ ഔറംഗസീബേറ്റൊന്നും രാജാവിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം ആത്മീയമായ വഴിയിൽ കൂടെ മാത്രം സഞ്ചരിക്കണതുകൊണ്ട് അദ്ദേഹത്തിന് പൊളിറ്റിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എത്രത്തോളം വെച്ചാൽ ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരെ കൊല്ലുകയൊക്കെ ചെയ്തല്ലോ, ദാരാഷിക്കോവിനെ കൊന്നു, മുറാദിനെ കൊന്നു, അങ്ങനെയൊക്കെ ചെയ്തല്ലോ. അതിനോടൊന്നും അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പലയിടത്തും പോകും, അമ്പലത്തിൽ പോകും, പിന്നെ ചർച്ചിലും പോകും, എല്ലായിടത്തും പോകും, പൂജിക്കൊന്നുമില്ല, പക്ഷേ എല്ലായിടത്തും സഞ്ചരിക്കും അദ്ദേഹം. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹത്തെ പറ്റി പിന്നെ ആരോപണം ഉന്നയിച്ചു അന്നത്തെ പിന്നെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ. അന്നത്തെ കൊട്ടാരത്തിലൊരു പണ്ഡിതൻ ആയിരുന്നു, പിന്നെ എന്താ കവി എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്, കവി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകാണ്ട് ബാബ ഫരീദിൻ്റെ അടുത്ത് പിന്നെ സർമതിയുടെ അടുത്ത് വന്നുകാണ്ട് പറഞ്ഞു, പിന്നെ നിങ്ങളെന്താണ് വസ്ത്രമൊന്നും ധരിക്കാത്തത് ചോദിച്ചു. നിങ്ങളെന്താണ് വസ്ത്രം ധരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹം വിവസ്ത്രനായി. കാരണം ഈ പൗതി മുഴുവൻ നഗ്നത ഉണ്ടായിരുന്നില്ല, പിന്നെ വസ്ത്രം എടുത്തിരുന്നു, പക്ഷേ അർദ്ധനഗ്നനായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഔറംഗസീബ് ദാരാഷിക്കോനെ കൊന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം പൂർണ്ണ നഗ്നനായി. അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ അദ്ദേഹം അയച്ചിട്ട് കണ്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കവി ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആളുകളുണ്ടാവും, ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും കൂടി നിൽക്കുകയും ചെയ്യും, അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട്, അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കനുസരിച്ച് ജീവിക്കണവരായിട്ട്. അങ്ങനെ ഇദ്ദേഹം കവി ചെന്നുകൊണ്ട് ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ നഗ്നനായിട്ട് നടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാർമിക്കുനം ഷെയ്ത്താൻ കവീസ് എന്ന് പറഞ്ഞു. കാർമിക്കുനം ഷെയ്ത്താൻ കവീസ്, ഞാൻ എന്താ ചെയ്യുക, ഷെയ്ത്താൻ കവിയല്ലേ, കവി എന്ന ശക്തൻ എന്നല്ലേ അർത്ഥം, ഇയാളെ പേരും കവി തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാർമിക്കുനം ഷെയ്ത്താൻ കവീസ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഷെയ്ത്താൻ കവിയല്ലേ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് വല്ലാതെ കൊണ്ടുപോയി. കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് കവി എന്നാണ്, ഇന്നെപ്പറ്റിയായി പറയുന്നതെന്ന് തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും കൂടി വൈരാഗ്യം മൂത്തിട്ട് പിന്നെ അദ്ദേഹം ഔറംഗസീബിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പിന്നെ സർമദിനെ പിന്നെ വധിക്കണം, അദ്ദേഹം പിന്നെ ശരിയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതമൊന്നും ശരിയല്ല, അദ്ദേഹത്തെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഔറംഗസീബ് ചോദിച്ചു, പിന്നെ അദ്ദേഹത്തിന് ഇപ്പം എന്താ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം, അദ്ദേഹം നഗ്നനാണെന്നല്ലേ ഉള്ളൂ, നഗ്നതയ്ക്ക് ഇപ്പം അങ്ങനെ വധശിക്ഷയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് കൊല്ലാൻ പറ്റുകയെന്ന് ചോദിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന് എത്രയോ അനുയായികളുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അതോടുകൂടി ആ കവി നിരാശനായി. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ദിവസം ഔറംഗസീബ് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ജമാ മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് ജുമാക്ക് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പള്ളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നഗ്നനായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഹനഫി മദ്ഹബാണല്ലോ, ഹനഫി മദ്ഹബ് അനുസരിച്ച് കണ്ടാൽ ഔറത്ത് കണ്ട ഉളുമുറിയില്ലേ. അപ്പോൾ ഔറംഗസീബ് എന്നാണ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ നഗ്നനായിട്ട് ഇരിക്കുന്നത്, ആ കിടക്കുന്ന കമ്പിളിയെങ്കിലും മേത്തുകൂടി എടുത്തിട്ടൂടെ, ഈ ആളുകളുടെ ഒലുവൊക്കെ മുറിച്ചാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാരൊക്കെ ഒലു മുറിയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ അത് കമ്പിളി നിങ്ങൾ എടുത്തിട്ട് തന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഔറംഗസീബ് എന്നുകാണ്ട് ആ കമ്പിളി എടുത്തുകാണ്ട് ഒരു കമ്പിളി എടുത്തുകാണ്ട് ഇയാളെ മേത്തുകൂടി ഇടാൻ വേണ്ടി പൊന്തിച്ചപ്പോഴേ ഔറംഗസീബ് വധിച്ചിട്ടുള്ള ദാരാഷിക്കോവിൻ്റെയും അതുപോലെ തന്നെ മുറാദിൻ്റെയൊക്കെ തലയുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കണേ, അതിങ്ങനെ രക്തം ഒഴുകണ തല ഉണ്ട് അവിടെ കിടക്കണേ. അതോടുകൂടി ഔറംഗസീബ് കൂടെ ഭയപ്പെട്ട് അദ്ദേഹം പള്ളിയിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ആരുടെ ഔറത്താണ് മറക്കേണ്ടത്, നഗ്നതയെ മറക്കേണ്ടത് ഇൻ്റെതോ നിങ്ങളതോ എന്ന് ചോദിച്ചു ഔറംഗസീബിനോട്. അങ്ങനെ ഔറംഗസീബിന് ഉത്തരം മുട്ടിയല്ലോ, കാരണം ഔറംഗസീബിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടതല്ലേ ഇവർ രണ്ടുപേരും. അങ്ങനെ പിന്നെയും വീണ്ടും വന്നിട്ട് ഈ കവി എന്നുള്ള പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും ചോദിക്കാൻ തുടങ്ങി ഓരോന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ അല്ല നിങ്ങൾ കെലിമയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ലാ ഇലാഹ എന്ന് മാത്രം ചൊല്ലി, ഇല്ലല്ലാഹ് പറഞ്ഞില്ല.
ലാ ഇലാഹ ലാ ഇലാഹ എന്ന് പറഞ്ഞു. അപ്പോൾ ഔറംഗസീബിനോട് എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താ ഇല്ലല്ല പറയാത്തത്, നിങ്ങളെന്താ ലാ ഇലാഹ എന്ന് മാത്രം പറയണത് ചോദിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കെലിമ പൗതി എത്തിയിട്ടുള്ളൂ, മുഴുവനായിട്ട് എത്തിയിട്ടില്ല. കെലിമയുടെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കെലിമയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൗതി വരെ വളർന്നു കഴിഞ്ഞിട്ടുള്ളൂ, ഇല്ലല്ലയിലേക്ക് വളർന്നിട്ടില്ല, വളരുമ്പോൾ ഞാൻ മുഴുവനായിട്ട് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഔറംഗസീബിനോട് എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ലാ ഇലാഹ എന്ന് മാത്രമേ പറയണത്, ഇല്ലല്ല പറയണില്ല, അതുകൊണ്ട് അദ്ദേഹം മുർത്തദ്ദാണ്, അദ്ദേഹത്തെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, ഇത് മജ്ദൂബാണ്. ഈ ഇത്തരത്തിലുള്ള സൂഫികളൊക്കെ മജ്ദൂബുകളാണ്. ഇവർ നമുക്ക് അനുകരണീയരല്ല. ഇവരെ പറ്റി ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇവരെ നമുക്ക് ആക്ഷേപിച്ചുകൂടാ. അതേസമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഒന്നും തന്നെ ആർക്കും അനുകരണീയരല്ല. ഇതേ കഥ തന്നെയാണ്, ഇത് തന്നെയാണ് എല്ലാ മുഴുവൻ സൂഫികളുടെയും സത്താഹാത്തിനെ പറ്റി നമുക്ക് പറയാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്. എല്ലാവരും മജ്ദൂബുകളാണ്. ഹല്ലാജ് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഹല്ലാജാണ് ഇവരുടെ കൂടെ, ഇത്തരം സൂഫികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ ഹല്ലാജ്. അദ്ദേഹം പിന്നെ ഇറാനിലെ ബൈല എന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്. അങ്ങനെ അദ്ദേഹം ബൈലായിൽ നിന്ന് പിന്നെ ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര വിജ്ഞാന തൃഷ്ണ, അറിവ് നേടാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ അവസാനം പിന്നെ പലയിടത്തും വിജ്ഞാനം നേടി, സഹൽ എന്നുള്ള ഒരാളെത്തി വന്നിട്ട് വിജ്ഞാനം നേടി. അവസാനം അദ്ദേഹം പിന്നെ അമ്രുബിന് ഉസ്മാൻ എന്ന വലിയ മഹാപണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് തസവൂഫ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തസവൂഫ് മനസ്സിലാക്കുക മാത്രമല്ല, വഴി കൂടി കൂടുതൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം പിന്നെ ഹല്ലാജ് ഹജ്ജിന് പോയി, 2-3 ഹജ്ജ് ചെയ്തു. 3 ഹജ്ജ് ചെയ്തിട്ട് ആ 3 ഹജ്ജ് ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി, 10-45ഓളം ഗ്രന്ഥങ്ങൾ എഴുതി ഹല്ലാജ്. ആ ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ ഒരുപാട്, പിന്നെ ആ ഗ്രന്ഥങ്ങളുടെ പേര് തന്നെ വളരെ നല്ല, അത് വായിച്ചാൽ തന്നെ നമുക്ക് ആ ഗ്രന്ഥങ്ങളുടെ, പക്ഷേ ആ ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇന്ന് നമുക്ക് കിട്ടൂല, അതൊക്കെ നശിപ്പിച്ചിരിക്കണം. ആ ഗ്രന്ഥങ്ങളുടെ പേര് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം പിന്നെ ആശയസമ്പുഷ്ടമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ഏതായാലും അദ്ദേഹം ഇത്രയും 40 ഗ്രന്ഥങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പിന്നെ അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഗ്രന്ഥം, അൽ അബ്ദി എന്ന ഗ്രന്ഥം, അത്തൗഹീദുൽ ഹക്കീം, അത്തൗഹീദുൽ ഹക്കീം അൽ അസ്ഗർ, അത്തൗഹീദ് എന്നുള്ള ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അൽ ജീമുൽ അസ്ഗർ എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ ജീമുൽ അക്ബർ എന്നുള്ള ഗ്രന്ഥമുണ്ട്, ഖസായിനുൽ ഖൈറാത്ത് എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ അദ്ലു വ തൗഹീദ് എന്നുള്ള ഗ്രന്ഥമുണ്ട്, ഇൽമുൽ ബഖായി വൽ ഫനാ എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ ഗരീബു വൽ ഫസീഹ് എന്നുള്ള സാഹിത്യത്തെ പറ്റിയുള്ള ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഖിറാനുൽ ഖുർആൻ അവിൽ ഫുർഖാൻ എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ കിബിരീത്തുൽ അഹ്മർ എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ കൈഫിയത്തു വൽ ഹഖീഖ എന്നുള്ള ഗ്രന്ഥമുണ്ട്, കൈഫ കാന വ കൈഫ യകൂനു പിന്നെ എന്ന ഗ്രന്ഥമുണ്ട്, ലാ കൈഫിയ, നൂറുന്നൂറ്, അൽ വുജൂദുൽ അവൽ, അൽ വുജൂദ് സാനി, ഹു എന്നുള്ള ഗ്രന്ഥമുണ്ട്, അൽ ഹയാക്കിൽ അൽ യഖീൻ. ഇതൊക്കെ ഹല്ലാജിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ 10-45 ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഹല്ലാജ് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് 3 ഹജ്ജ് ചെയ്തിട്ട് 3ാമത്തെ ഹജ്ജിന് ശേഷമാണ് അദ്ദേഹം ഉസ്മാൻ ഹാറൂനി ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അമ്രുബിന് ഉസ്മാൻ എന്നിവരോട് സംസാരിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജനിച്ചു എന്നിട്ടുള്ള ആശയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനൽ ഹക്ക് വാദം ഉണ്ടല്ലോ, ആ അനൽ ഹക്ക് വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം വരുന്നത് അങ്ങനെ. അപ്പോൾ ഇദ്ദേഹം വാണിംഗ് കൊടുത്തു. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് അദ്ദേഹം പിണങ്ങി പോരുക ചെയ്യുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ട് വീണ്ടും പിന്നെ ജുനൈദുൽ ബഗ്ദാദി എന്നവരുടെ സന്നിധിയിലെത്തി. ജുനൈദുൽ ബഗ്ദാദി എന്നവരുടെ സന്നിധി അദ്ദേഹം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സൂഫി വര്യനാണല്ലോ. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദിയോട് ചെന്നിട്ട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു അദ്ദേഹം. അങ്ങനെ വലിയ സംവാദത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്തെങ്കിലും ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, നിങ്ങൾ ഈ വാദവുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗളം ഛേദിക്കപ്പെടും, നിങ്ങൾ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ ഹല്ലാജ് പറഞ്ഞു, ഞാൻ കൊല്ലപ്പെടുന്ന ദിവസം നിങ്ങൾക്ക് ഈ സൂഫിയുടെ വസ്ത്രം എടുത്ത് ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സൂഫിയുടെ വസ്ത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പലപ്പോഴും അദ്ദേഹം പല സ്ഥലങ്ങളിലും, അതിനുശേഷം പിന്നെ അദ്ദേഹം പലപ്പോഴും പലയിടത്ത് അഭയം തേടിയിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചരിച്ച് പിന്നെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ കാശ്മീരിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതുപോലെ സിന്ധിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചതിന് ശേഷം പിന്നെയും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയിട്ട് അഹ്വാസ് എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം അഭയം തേടുന്നത്. പക്ഷേ അഹ്വാസ് എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ബഗ്ദാദിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാദം എല്ലാവരും ഇങ്ങനെ
ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായി തീർന്നു. ആൾക്കാരൊക്കെ വല്ലാതെ ആകർഷിച്ചു പോയി അദ്ദേഹത്തിൻ്റെ അനൽ ഹക്ക് വാദം. അങ്ങനെ അദ്ദേഹത്തിനെതിരിൽ പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിച്ചു. പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിച്ചത്. പക്ഷേ എല്ലാവരും അഭിപ്രായം പറഞ്ഞെങ്കിലും അദ്ദേഹം ആ അഭിപ്രായത്തിന് പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായവും കുറേ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഇത് പറയാൻ പറ്റിയിരുന്നില്ല. അന്നത്തെ നിലവിലുള്ള ഭരണകൂടം അൽ മുഖ്തദിർ ബില്ലാഹിയാണ് അന്നത്തെ ഭരണാധികാരി. അൽ മുഖ്തദിർ ബില്ലാഹി പക്ഷേ അതിനോട് യോജിച്ചില്ല. അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതിനോട് യോജിച്ചില്ല. കുറേ പണ്ഡിതന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ വധിക്കണം, വധശിക്ഷ കൊടുക്കണം. കാരണം അദ്ദേഹം അനൽ ഹക്ക് പറഞ്ഞാൽ അദ്ദേഹം ദിവ്യത്വം വാദിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അല്ലേന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അദ്ദേഹത്തെ ജീവിക്കാൻ വിടാൻ പറ്റൂല. മാത്രമല്ല ആളുകളൊക്കെ അദ്ദേഹത്തിൽ വശീകൃതനാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹത്തോടെ വെച്ചേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ വധശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവസാനം പിന്നെ മുഖ്തദിർ ബില്ലാഹി വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി ഒപ്പിടാതെ വധശിക്ഷക്കുള്ള ഈ വിധിയിൽ, കോടതിയുടെ വിധിയിൽ ജുനൈദുൽ ബഗ്ദാദി ഒപ്പിടാതെ ഞാൻ അതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം 6 പ്രാവശ്യം ജുനൈദുൽ ബഗ്ദാദിയുടെ അടുത്ത് ചെന്നു, പണ്ഡിതന്മാർ ചെന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഫത്വയിൽ ഒപ്പുവെക്കാൻ. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഫത്വയിൽ ഒപ്പുവെക്കാൻ ജുനൈദുൽ ബഗ്ദാദിക്ക് മനസ്സ് വന്നില്ല. കാരണം അതിൻ്റെ ആശയം ജുനൈദുൽ ബഗ്ദാദിക്ക് അറിയാം, അതിൻ്റെ ഉള്ളടക്കം ജുനൈദുൽ ബഗ്ദാദിക്ക് അറിയാം, അതിൻ്റെ വാസ്തവികത ജുനൈദുൽ ബഗ്ദാദിക്ക് അറിയാം. പക്ഷേ ജുനൈദുൽ ബഗ്ദാദി പിന്നെ അവിടുത്തെ സമ്മർദ്ദത്തിന് വിധേയനായിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ സൂഫി വസ്ത്രം അഴിച്ചിട്ടു. സൂഫി വസ്ത്രം അഴിച്ചിട്ട് കാണ്ട് ജഡ്ജിൻ്റെ കുപ്പായിട്ട് കാണ്ട് വധശിക്ഷയിൽ ഒപ്പിടുക ചെയ്യുന്നത്. അതാണ് അല്ലാതെ നേരത്തെ പറഞ്ഞത്, എനിക്ക് വധശിക്ഷ കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് ഈ വസ്ത്രം എടുത്ത് കാണ്ട് അഴിച്ചു മാറ്റേണ്ടിയിരുന്നു പറഞ്ഞില്ലേ. അങ്ങനെയാണ് ജുനൈദുൽ ബഗ്ദാദിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ 1000 അടി അടിക്കണം എന്നൊക്കെയാണ് വിധിച്ചിരുന്നത്. എന്നിട്ട് 1000 അടി അടിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും ഒക്കെ ഛേദിക്കണം, ഇങ്ങനെയൊക്കെ വിധിച്ചിരുന്നത്. അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത് വധശിക്ഷയുടെ വിധി കേൾക്കുന്നതോടുകൂടി അദ്ദേഹം പറയാ, ഉഖ്തുലൂനി യാ സിഖതി ഫൈന ഫീ ഖത്ലി ഹയാതി, എൻ്റെ സുഹൃത്തുക്കളെ എന്നെ വേഗം കൊന്നു തരിക, എൻ്റെ വധത്തിലാണ് എൻ്റെ ജീവിതം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജീവിക്കുക, ഞാൻ കൊല്ലപ്പെടുമ്പോഴാണ്. അങ്ങനെ അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു എന്നതിൻ്റെ അർത്ഥം. ഹല്ലാജ് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ എത്രമാത്രം ഉറച്ചു നിന്നിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ട് കടത്തിയ സമയത്ത്, വധശിക്ഷ കൊടുക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് ദിവസം ജയിലിലുണ്ടായിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വധിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ആ ദിവസം, അതിൻ്റെ തലേ ദിവസം അദ്ദേഹം 400 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 400 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ, പിന്നെ ഞാൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഞാനും അള്ള തന്നെയാണെന്നല്ല, പിന്നെ ആരുടെ മുമ്പിൽ അദ്ദേഹം നിസ്കരിക്കണത്? പിന്നെ അപ്പോൾ ഹല്ലാജ് ഒരള്ളാൻ്റെ മുമ്പിൽ നിസ്കരിക്കണുണ്ടല്ലോ, ആ അള്ളാൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ, അള്ളാൻ്റെ മുമ്പിൽ നിന്നുകാളെ തക്ബീറൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടല്ലോ. ആ അള്ളാഹു തന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള, അതല്ലെങ്കിൽ തന്നിൽ നിന്ന് ഒരേ ഭാവത്തിലുള്ളവനല്ല, തന്നിൽ നിന്ന് വ്യത്യസ്തമായ ഭാവമുള്ള ഒരു ദൈവമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം പ്രാർത്ഥിക്കണതിനർത്ഥുള്ളൂ, അദ്ദേഹം പിന്നെ നിസ്കരിക്കണതിനർത്ഥുള്ളൂ. അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കേണ്ട തൊട്ട് തലേ ദിവസം അദ്ദേഹം പിന്നെ 400 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വധശിക്ഷയെ പുഞ്ചിരിച്ചു കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കഴുമരത്തിൽ കൊണ്ടുപോയിട്ട് നാട്ടുന്ന സമയത്ത് പോലും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വധത്തിനെതിരായിട്ട് ഒരുപാട് ആളുകൾ മനസ്സാ എൻ്റെ വധത്തിനെതിരായിരുന്നു. വളരെ പിന്നെ പക്ഷേ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ കൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് വധശിക്ഷ നടന്നു. അപ്പോൾ ഈ സംഭവത്തെ പിന്നെ വിലയിരുത്തുമ്പോൾ പണ്ഡിതന്മാരൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്തതും ശരി തന്നെയാണെന്നാണ്. അദ്ദേഹത്തെ കൊന്നതും ശരി തന്നെയാണ്. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ എന്താ, പിന്നെ ഹല്ലാജ് പറയുന്നുണ്ട് നിങ്ങൾ ഇന്നെ കൊല്ലണം, എന്നാലേ നിങ്ങളെ ശരീരത്ത് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കൊന്നെങ്കിലേ നിങ്ങൾക്ക് ശരി, നിങ്ങൾ എന്നെ കൊല്ലാതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാ തെറ്റൈകാരം. കാരണം ഞാൻ ഈ ജാതി ഒരു വാദം വാദിച്ചിട്ട് ശരീരത്തിൽ വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം ഞാൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൊല്ലാത്തത്? കൊന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാവും, കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനും. അപ്പോൾ ഹല്ലാജ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീഅത്ത് പ്രകാരം അദ്ദേഹം വധിക്കപ്പെടേണ്ടവൻ തന്നെയാണെന്ന് ഹല്ലാജ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിനുപരിയായ ചില വിവരങ്ങൾ ഹല്ലാജിനുള്ളതുകൊണ്ട് അതാണ് ഹല്ലാജിൻ്റെ പ്രണയത്തിൻ്റെ രഹസ്യം. ഹല്ലാജിൻ്റെ ദീർഘമായിട്ടുള്ള ഒരുപാട് കവിതകൾ, പേർഷ്യൻ ഭാഷയിലുള്ള കവിതകൾ അദ്ദേഹം എഴുതിയത് ഒരുപാട് പേർഷ്യനിലാണ്, പിന്നെ കുറേ അറബിയിലാണ് നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഒരു ശകലം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാം, ആരാ ഹല്ലാജ് എന്ന് മനസ്സിലാക്കാൻ. മർദ് ആസാദി ഖേദാനദ് ഖൂബ് മീന കുഞ്ചദ് റൂഹ് ഊ അന്തർ ബഹഷ്ത്. മർദ് ആസാദി ഖേദാനദ് ഖൂബ് നന്മയും തിന്മയും അറിയുന്ന സ്വതന്ത്രനായ മനുഷ്യൻ. മീന ഗുഞ്ചദ് റൂഹ് ഊ അന്തർ ബഹഷ്ത്, തൻ്റെ ആത്മാവിനെ ഒരിക്കലും സ്വർഗത്തിൽ തളച്ചിടാൻ സമ്മതിക്കുകയില്ല.
ജന്നത്തെ മുല്ലാ മീ ജന്നത്തെ മുല്ല മെയ് വഹൂറ ഗുലാം ജന്നത്തെ ആസാദഗാൻ സൈറേദവാം ജന്നത്തെ മുല്ല മൂര്യമാരെ തന്നെ മുല്ല മൂര്യമാരെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മെയ് വഹൂറ ഗുലാം, അത് ഹൂറുല്ലീങ്ങളുള്ള മദ്യമുള്ള ചെറുക്കന്മാരും ഹൂറുല്ലീങ്ങളും മദ്യമൊക്കെ ഉള്ള സ്വർഗം, അതാണ് മുല്ലയുടെ സ്വർഗം. പക്ഷേ ജന്നത്തെ ആസാദഗാൻ സൈറേദവാം, ജന്നത്തെ ആസാദഗാൻ സൈറേദവാം, അനശ്വരമായ നിർത്താത്ത സഞ്ചാരമാണ് സ്വതന്ത്രന്മാരുടെ സ്വർഗം എന്ന് പറയുന്നത്. അത് ജന്നത്തെ ആസാദഗാൻ സൈറേദവാം, എന്നും ഒരിക്കലും നിൽക്കാത്ത സഞ്ചാരമാണ്. ജന്നത്തെ മുല്ല ഹൂറ ഖാബ് സുറൂർ, ജന്നത്തെ ആഷിഖ് തമാശായി വുജൂദ്. മുല്ലയുടെ മതം എന്ന് പറഞ്ഞാൽ അത് ഉറക്കവും സന്തോഷവും ആനന്ദവുമാണ്. ജന്നത്തെ ആഷിഖ് തമാശായ വുജൂദ്, യഥാർത്ഥ അത്യസ്തവുമായിട്ടുള്ള സമ്പർക്കമാണ് ഒരു ആഷിഖിന്റെ അനുരാഗിയുടെ സ്വർഗം. ഹസ്റമുല്ലാ ശഖ് ശിഖ് ഖബ്റു ബാങ്ക് സൂർ ഇഷ്ക് ശൂർ അംഗീസ് ഖുദ് സുബ്ഹ് നശൂർ. ഹസ്റമുല്ല, മുല്ലയുടെ ഹസ്ർ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ അത് ശിഖ് ഖബ്റു ബാങ്ക് സൂർ, അത് സൂർ എന്ന കാഹളത്തിൽ ഊതലും അതുപോലെ തന്നെ ഖബർ പിളർന്നു വരലുമാണ്. ഇഷ്ക് ശൂർ അംഗീസ് ഖുദ് സുബ്ഹ് നശൂർ, ഒരിക്കലും തന്നെ പിന്നെ തീരാത്ത തരത്തിലുള്ള പ്രഭാതമാണ് യഥാർത്ഥത്തിൽ ഇഷ്കിന്റെ പ്രഭാതം എന്ന് പറഞ്ഞാൽ. ഇൽമെ തർസാൻ അസ് ജലാലെ കായിനാത്ത് ഇഷ്ക് ഗർ അന്തർ ജമാലെ കായിനാത്ത്, അന്വേഷണത്തിന്റെ ദാഹിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിന്റെ ജലാലിയത്തിൽ അന്വേഷിക്കലാണ് ഇഷ്ക് ഗർക്ക് അന്തർ ജമ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തിൽ മുഴുകലാണ്. അതേപോലെ തന്നെ ജീവിതം എന്ന് പറഞ്ഞാല് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാല് അത് എന്തൊക്കെയോ പിന്നെ അന്വേഷിച്ച ഒരാൾ തൻ്റെ കാൽച്ചുവട്ടിലുള്ള അഗ്നിയെ അന്വേഷിച്ച് നടക്കലാണ് യഥാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം. അപ്പോൾ അല്ലാദിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ വരികളിൽ ഇതുപോലത്തെ ഒരുപാട് വരികൾ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹിനെ പറ്റി അദ്ദേഹം സ്ഥിരമായിട്ട് പാടിയിട്ടുള്ള ഒരു വരിയാണ് അന മന്നഹുവ വമന്നഹുവ അന നഹ്നു റൂഹാനി നസൽനാ ബാദന ഇൻ നവർതഹു നവർതനി വഇൻ റഅയ്തഹു റഅയ്തനി വഇൻ റഅയ്തനി റഅയ്തുഹു നഹ്നു. അതാ പിന്നെ അന മന്നഹുവ വമൻ അഹുവ അന, ഞാൻ സ്നേഹിച്ചതാരോ അവൻ തന്നെ ഞാൻ ആരെയാണോ സ്നേഹിച്ചിരിക്കുന്നത് അവൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു അഭിന്നത, ഒരിക്കലും തന്നെ ഭിന്നിപ്പില്ലാത്ത തരത്തിലുള്ള ചേർച്ച, അതാണ് ആത്മീയമായിട്ടുള്ള സാമീപ്യം. ആ സാമീപ്യത്തിൻ്റെ അപ്പുറമുണ്ടാകുന്ന സാലോക്യം, ആ സ്വാലോക്യത്തിൻ്റെ അപ്പുറമുണ്ടാകുന്ന സായുജ്യം, ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിലുള്ള. അപ്പോൾ അള്ളാഹു എന്ന അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയലല്ല. അനൽ ഹക്കിന് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലരും ഇതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ടുണ്ട്. ചിലർ പറയുന്നത് അനൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആണെന്നാണ്. കാരണം യഥാർത്ഥത്തിൽ മറ്റാർക്കും അസ്തിത്വമില്ല. അന എന്ന് പറയാൻ അർഹതയുള്ളത് യഥാർത്ഥ അസ്തിത്വമുള്ളവനാണ്. താൽക്കാലികമായിട്ടുള്ള അസ്തിത്വമാണ് പ്രപഞ്ചത്തിനുള്ളതെന്നുള്ളതുകൊണ്ട് അതിന് അസ്തിത്വം ഉണ്ടാവില്ല. ആ താൽക്കാലിക അസ്തിത്വം മാത്രമായിട്ടുള്ള അസ്തിത്വത്തിൽ മാത്രമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓനും അന എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അന എന്ന് പറയുമ്പോൾ യഥാർത്ഥ എക്സിസ്റ്റൻസ് ആണ്, അത് അള്ളാഹുവാണ്. അതാണ് അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റിയേ പറഞ്ഞിരിക്കണമെന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ സൂഫികളുടെ സൂഫികളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വിഷയത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതാണല്ലോ, ഷത്തഹാത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആനന്ദത്തിൽ നിന്നുണ്ടാകുന്ന പദം, അത്തരത്തിലുള്ള പദക്കസത്തുകൾക്ക് നേർക്കുനേരെയുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വിവരങ്ങളുണ്ട് എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ അവസാനം നമുക്ക് എത്താൻ സാധിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 2 തരത്തിലുള്ള വിജ്ഞാനം നൽകി എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഖദതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിആഇനി മിൻ ഇൽമിൻ, റസൂലുള്ള 2 പാത്രം, എനിക്ക് അറിവിൻ്റെ 2 പാത്രം റസൂൽ എനിക്ക് തന്നിട്ടുണ്ട്. ആ അറിവിൽ നിന്ന് അമ്മൽ വാഹിദ് ഫബസസ്തുഹു, ഒരു പാത്രത്തിലുള്ളത് ഞാൻ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അമ്മൽ ആഖർ, മറ്റേ പാത്രത്തിലുള്ളതിലോ ബസസ്തുഹു, ഞാൻ അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലഖുതിഅ ഹാദൽ ബൽഊം, ഈ ഗളം ഛേദിക്കപ്പെടുന്ന, അതെന്താ, കൊല്ലപ്പെടാൻ ഹേതുവാകുന്ന തരത്തിലുള്ള ഒരു അറിവ് വേറുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഉദ്ധരിക്കപ്പെട്ട സഹിയായിട്ടുള്ള ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് 2 തരം അറിവ് കൊടുത്തു. അപ്പോൾ ലാഹിരിയായിട്ട് എല്ലാവരോടും പറയാനും എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അറിവുണ്ട്, അതല്ലാത്തൊരു അറിവുണ്ട്. ആ അറിവിൻ്റെ പക്ഷത്താണ് ഹല്ലാജുള്ളത്. മറ്റേത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഗളം ഛേദിക്കേണ്ട അറിവ് തന്നെയാണ്. അതുകൊണ്ടാണ് ശരീഅത്ത് കോടതി ഗളം ഛേദിച്ചത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നില്ല, ആ പക്ഷത്തുനിന്ന് പണ്ഡിതന്മാർ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഹല്ലാജിൻ്റെ പക്ഷം ശരിയാണ്. അതാണ് തസവുഫിൻ്റെ പ്രത്യേകത. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് സംഗതികൾ അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റൊന്ന്, അതിപ്പോൾ ഞാൻ വളരെ കൂടുതൽ ദീർഘിപ്പിക്കണില്ല. അതുപോലെ തന്നെ ഇതിന് വിധേയമായിട്ടുള്ള ഈ ഷതഹാത്ത് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഈ ഇബ്നു അറബി അല്ലെ. ഇബ്നു അറബി എന്ന അദ്ദേഹമാണല്ലോ സൂഫികളുടെ ഷെയ്ഖുൽ അക്ബർ എന്നുള്ള അദ്ദേഹത്തെ പറ്റി പറയലേ. ഷെയ്ഖുൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള വലിയ പണ്ഡിതന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലും സലഫികളും എല്ലാവരും വിമർശിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം, സ്പെയിൻകാരനായിട്ടുള്ള ഇബ്നു അറബി. അദ്ദേഹത്തിൻ്റെ ഇതായിട്ടാണ് വഹദത്തുൽ വുജൂദ് എന്ന ആശയത്തെയാണ് ഏറ്റവും കൂടുതൽ, അതാണ് അദ്വൈത സിദ്ധാന്തത്തോടൊക്കെ താരതമ്യപ്പെടുത്തിയിട്ട് ഇവിടെയൊക്കെ വിമർശിക്കാറുള്ളത്. അദ്വൈത സിദ്ധാന്തത്തെ പറ്റി അറിയില്ല, അതുപോലെ തന്നെ വഹദത്തുൽ വുജൂദിനെ പറ്റി അറിയില്ല എന്നാണ് ഇതിനർത്ഥം. കാരണം അദ്വൈത സിദ്ധാന്തം എന്താണ്, വഹദത്തുൽ വുജൂദ് എന്ന് അറിയാത്തവർക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ഉപനിഷത്തിൽ നിന്ന് വരുന്ന ആശയമാണ്. അത് ആ ഉപനിഷത്തിൽ നിന്ന് വരുന്ന ശ്രീശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തമാവട്ടെ, അതിനുശേഷം അതിൻ്റെ പരിഷ്കൃത രൂപമായിട്ടുള്ള രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈതമാവട്ടെ, അതിനുശേഷം പിന്നെ മാധ്വാചാര്യർ കൊണ്ടുവന്നിട്ടുള്ള ദ്വൈതവാദമാവട്ടെ, അതിനുശേഷം പിന്നീട് അവസാനമായിട്ട് ശ്രീ ഓർബിൻഡോ അരവിന്ദൻ കൊണ്ടുവന്നിട്ടുള്ള പൂർണ്ണാദ്വൈതമാവട്ടെ, ഇതൊക്കെ ഉപനിഷത്തിൽ തന്നെ ഒന്നിൻ്റെ വകഭേദങ്ങളാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ഏതായാലും ഇതൊക്കെ ഉപനിഷത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അദ്വൈത സിദ്ധാന്തവും വഹദത്തുൽ വുജൂദും തമ്മിലുള്ള ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ, അതുപോലെ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മം മാത്രമാണ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പാൻതീസം, ഇതൊക്കെ തമ്മിൽ ബന്ധമുള്ളതാണ്. വിശ്വേശ്വരവാദം എന്ന് പറയും. അത് പ്രപഞ്ചം, അതിൽ പിന്നെ മനുഷ്യനിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഉണ്ടാവില്ല, ഒരു ഈശ്വര സങ്കല്പം ഉണ്ടാവില്ല. ഈ പ്രപഞ്ചമൊക്കെ തന്നെ ഇക്കാരം, ഈ ബ്രഹ്മം തന്നെ ഇക്കാരം ദൈവം എന്ന് പറയുന്നത്. അതല്ലാത്ത ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു ദൈവമല്ല. അതുകൊണ്ട് അദ്വൈതവാദികൾക്ക് പ്രാർത്ഥന ഉണ്ടാവില്ല. കാരണം തന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ടാകുമ്പോഴല്ലേ പ്രാർത്ഥിക്കണതിനർത്ഥമുള്ളൂ. ധ്യാനം മാത്രം ഉണ്ടാകുക ഉള്ളിലേക്ക്, പിന്നെ ആന്തരികമായിട്ടുള്ള പിന്നെ ബഹിർമുഖമല്ല, അന്തർമുഖീകാരം. അതുകൊണ്ട് അന്തർമുഖമായതുകൊണ്ടാണ് നിധ്യാസം, അതായത് പിന്നെ ധ്യാനം ഉണ്ടാവുക. വഹദത്തുൽ വുജൂദിൽ അങ്ങനെയല്ലല്ലോ. വഹദത്തുൽ വുജൂദിൽ പ്രാർത്ഥന, ഇബ്നു അറബിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദൗറുൽ ഔറ അൽ മുഖരിബു ഇലാ കുല്ലിൽ മഖാമിൽ അഅല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഗ്രന്ഥം തന്നെ ഉണ്ട്. അദ്ദൗറുൽ അഅല അൽ മുഖരിബു ഇലാ കുല്ലിൽ മഖാമിൽ അഅല. അതാ ഈ മഖാമുൽ അഅലയിലേക്ക് എത്തിക്കുന്ന, അടുപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ, അടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം, അടുപ്പല്ലാതെ കണ്ടേ പിന്നെ അടുപ്പിക്കലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദൗറുൽ അഅല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം തന്നെയാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ തുടക്കം എങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂമു ബിക തഹസ്സൻതു ഫഹ്മിനി ബിഹിമായത്തി കിഫായത്തി വിഖായത്തി ഹഖീഖത്തി ബുർഹാനി എന്ന് ബിസ്മില്ലാഹി വാദ്ഖിൽനി യാ അവ്വലൽ അവ്വലീൻ യാ ആഖിർ യാ അവ്വൽ യാ ആഖിർ മക്നൂന ഗൈബ് എന്നൊക്കെ പറഞ്ഞാൽ നീണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇസ്മ ഒക്കെ വിളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇസ്മുൽ അഅ്ലം, അതുപോലെ തന്നെ പിന്നെ അസ്മാഉൽ ഹുസ്നയൊക്കെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അതിൻ്റെ അവസാനത്തെ വരി അവസാനം അത് ചെന്നിട്ട് ആ പ്രാർത്ഥന എന്നിട്ട് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, പിന്നെ അള്ളാഹിനോട് ചോദിക്കുകയാണ് വല്ല അസാഫൽ കലിമാ തന്നെ
നസ്റൻ വരിസ്ഖൻ കസീറൻ വഖൽബൻ ഖരീറൻ വഇൽമൻ ഗസീറൻ വഅമലൻ ബരീറൻ വഖബ്റൻ മുനീറൻ വഹിസാബൻ യസീറൻ വമുൽക്കൻ ഫിൽ ഫിർദൗസി കബീറൻ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം തസ്ലീമൻ കസീറ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഉദ്ധരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇബ്നു അറബിയുടെ വഹദത്തുൽ വജൂദ് എന്ന ആശയം യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തമാണെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തോട് അതിന് ഏതെങ്കിലും നിലയ്ക്ക് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അതിലിങ്ങനത്തെ പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. അത് തികച്ചും വ്യത്യസ്തമായ തന്നിൽ നിന്നപ്പോൾ സ്രഷ്ടാവിനെയും സൃഷ്ടിയെയും ഏകഭാവത്തിൽ കാണുന്ന ഒരു സങ്കല്പമല്ല ഈ ഇബ്നു അറബിയുടെ വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെയും അതുപോലെ തന്നെ സൃഷ്ടിയെയും രണ്ടായിട്ട് തന്നെ കണ്ടുകൊണ്ടുള്ള പക്ഷേ അദ്വൈത സിദ്ധാന്തം എന്നുള്ള സങ്കല്പം എൻറ്റയർലി തികച്ചും തന്നെ വ്യത്യസ്തമാണ്. അതിങ്ങനെ പഠിച്ചവനുള്ള പ്രാർത്ഥന ഹിന്ദുമതത്തിൽ പ്രാർത്ഥന ഉണ്ട്, പക്ഷേ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ധ്യാനം ഉണ്ടാവുക. ശങ്കരാചാര്യരുടെയൊക്കെ ധ്യാനം കാരണം നമ്മളെ ഉള്ളിലേക്കായിരിക്കും ഉണ്ടാകുക, തിരിച്ച് അന്തർമുഖ വരെ ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും അത് രണ്ട് തന്നെയാണ്. സാമ്യതകളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും തസവുഫിനെ എല്ലാവരും എടുത്തുകൊണ്ട് പറയുന്ന സംഗതിയാണ്. ചില സാമ്യതകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അതും ഇതും ഒന്ന് തന്നെയാണെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ബൈബിളും ഖുർആനും തമ്മിൽ സാമ്യത ഉണ്ട്. പിന്നെ തൗറാത്തും ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും ഖുർആനും തമ്മിൽ സാമ്യത ഉണ്ട്. ചിലപ്പോൾ ഭഗവത്ഗീതയിലുള്ള ചില വാക്കുകൾ ഖുർആനായിട്ട് സാമ്യത ഉണ്ടാവും. ഭഗവത്ഗീതയിൽ പിന്നെ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് ഹതോവാ പ്രാപ്സിസി സ്വർഗം ജിതോവാ ബോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് പറഞ്ഞ ഖുർആനിലെ ഞങ്ങളിൽ നിന്ന് ഇഹിദൽ ഹുസ്നൈനി രണ്ടാലൊരു ഹുസ്നെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു ഹുസ്ന പറഞ്ഞാൽ ഷഹാദത്താണ്, മറ്റേ ഹുസ്ന പറഞ്ഞ സ്വർഗം വിജയമാണ്. അപ്പോൾ വിജയം പിന്നെ ഷഹാദത്ത് എന്ന രണ്ടിലൊരു ഹുസ്ന അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടല്ലോ ഖുർആനിലെ ഇഹിദൽ ഹുസ്നൈനി. അതേ ആശയം അതോവാ പ്രാപ്സിസി സ്വർഗം ജിതോവാ ബോക്ഷ്യസേ മഹീം പിന്നെ ജയിക്കുകയാണെങ്കിൽ ഭൂമി അനുഭവിക്കാൻ കിട്ടും, പിന്നെ തോൽക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാണ് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഭഗവത്ഗീതയിൽ. അങ്ങനെ ഭഗവത്ഗീതയിൽ ഖുർആനോട് സാമ്യതയുള്ള പലതും ഉണ്ടാവും. മറ്റ് പിന്നെ ഉപനിഷത്തിൽ ഇപ്പോൾ നമ്മൾ പിന്നെ വേദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തും ഒന്ന് തന്നെയാണ്. കണ്ട ഒരേപോലെ നമുക്ക് തോന്നും. അതിലുള്ള വാക്കുകൾ തന്നെ മിക്കവാറും തീരും ഉണ്ടാകുക. അപ്പോൾ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ പ്രാർത്ഥനയും ഫാത്തിഹ സൂറത്തും സാമ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ഋഗ്വേദത്തിൽ നിന്ന് ഇങ്ങോട്ട് കട്ടതാണെന്നോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അങ്ങോട്ട് കട്ടതാണെന്നോ അറിയേണ്ട അർത്ഥമുണ്ടോ? ചിലപ്പോൾ നമ്മളൊക്കെ പല ആൾക്കാരും ചിന്തിച്ചാൽ ഒരേ പോയിന്റിലെത്തില്ലേ. അപ്പോൾ ഒരേ ഫീൽഡിൽ ഉള്ളവർ ചിന്തിച്ചാൽ പലപ്പോഴും ഒരു പോയിന്റിൽ എത്തുന്ന സംഗതികൾ ഒരുപാടുണ്ടായിരിക്കാം. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ അനുകരണമാണ് ഇതിൻ്റെ അനുകരണം എന്ന് പറയുന്നത്. വസ്തുതക്ക് തീർച്ചും ഒരിക്കലും തന്നെ യോജിക്കാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ നിലപാട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇമാമിങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് ഈ പിന്നെ സ്വത്താഹത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള അവസാനമായിട്ട് നമുക്കുള്ളൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയിൽ ഉദ്ധരിക്കപ്പെടുന്നൊരു വാചകം ഞാൻ സൂചിപ്പിക്കുകയാണ്. അമ്മാമൻ ഖാന മസ്രൂബൻ അഖ്ലുഹു ഔ മഹ്റൂബൻ അലൈഹി കൽ മജാദീബി പിന്നെ മുസല്ലമുൻ ലഹും ശഗനുഹും പിന്നെ ومفوض شؤونهم إلى الله مع وجود إنكار ما يقع منهم مخالفا لظاهر الأمر حفظا للقوانين الشريعة المطهرة എന്നാണ് അൽ മഖാസിദിൽ ഇമാം നവവി പറയുന്നത്. ഇത്തരം മജ്ദൂബുകളായിട്ടുള്ള സൂഫി വര്യന്മാരോട് അവരുടെ സതഹാത്തിനോട് ആനന്ദമൂർച്ചയിൽ നിന്ന് അവർ പറയുന്ന വാക്കുകളോട് എന്തായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്? അതിനാണ് ഇമാം നവവി പറഞ്ഞിരുന്നത് അമ്മാമൻ കാന മസ്ലൂബൻ അഖ്ലുഹു. അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുന്നതായിരിക്കാം. ബുദ്ധിഭ്രമം സംഭവിക്കാറുണ്ട് പിരാന്തുടിച്ചെന്നല്ല നമ്മൾ പറയുന്ന പിരാന്ത് മാതിരത്തെ പിരാന്തല്ല. ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ട് ലൈലനെ ചിന്തിച്ചുകൊണ്ട് മജ്നൂൻ ഭ്രാന്തായില്ലേ, അതുമാതിരി ലൈലനെ പറ്റി ചിന്തിച്ചുകൊണ്ട് മജ്നൂൻ ഭ്രാന്തനായില്ലേ. കേട്ടു ഞാൻ നീ മൂലം മജ്നുവായി തീർന്ന ഒരാൾ നാട്ടിലലഞ്ഞു നടക്കുന്നതുകൊണ്ട് പോൽ കാഞ്ചനാങ്കിയല്ല നീ പക്ഷേ നീയതിൻ കാരണമാണത്രേ കാരണം എന്തതിന് രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ മജ്നൂനോട്. അവ മജ്നൂൻ ഭ്രാന്ത് പിടിക്കണത് എന്താണ്? ലൈലയോടുള്ള പ്രണയം കൊണ്ടാണ് ഭ്രാന്ത് പിടിക്കണത്. അതേപോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ക് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബില്ലാഹി, മൂമിനീങ്ങൾ അള്ളാഹുവിനോട് കടുത്ത സ്നേഹവും അനുരാഗം ഉണ്ടാവേണ്ടവരാണെന്നല്ലേ അള്ളാഹ് ഖുർആനിൽ പറയുന്നത്. നമ്മൾ അള്ളാഹിനോട് വജ്ജത്ത് തോന്നുമ്പോൾ തന്നെ പറയുന്നത് ഇന്ന സലാത്തി വനുസുഖി മഹിയായ മമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ജീവിക്കുന്നതും ജനിക്കുന്നതും എൻ്റെ ജനനവും മരണവും ജീവിതം മുഴുവൻ എനിക്കാണ്. ആരോടാ പറയാം? മഹബൂബിനോടല്ലേ പറയാം. നമുക്ക് ഇഷ്കും ആഷുക്കുള്ള ഒരാളോടല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വാക്കുകളൊക്കെ. അപ്പോൾ അള്ളാഹിനോടുള്ള ഇഷ്ക്, ആ ഇഷ്കിൻ്റെ വഴിയിൽ വല്ലദീന ജാഹദു ഫീനാലനഹദിയനഹും സുബിലാൻ, ആ വഴി കൂടി വീണ്ടും വീണ്ടും സഞ്ചരിക്കുകയാണ് നിങ്ങൾ. പിന്നെ അള്ളാഹുവിലേക്ക് ഇന്നൊക്കെ കാദിഹുൻ ഇലാ റബ്ബി
റബ്ബിക ഖദ്ഹൻ ഫമുലാഖിഹി, അള്ളാഹുവിൻ്റെ മുലാഖാത്തിന് വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹിനോടുള്ള മുലാഖാത്ത് ഉണ്ടാകുന്നില്ല. അപ്പോൾ മുലാഖാത്ത് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖിഹി, നീ നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് കടുത്ത രീതിയിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം, എന്നിട്ട് അവൻ്റെ ദർശനം നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ ലിഖായിന് വേണ്ടിയിട്ട് കടുത്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് തസ്ബീഹി കൂടിയും ദിക്റി കൂടിയും ഔറാദി കൂടിയും അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടും ഫിക്രി കൂടിയും ശുക്രി കൂടിയും ദിക്രി കൂടിയും എല്ലാ നിലക്കും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അങ്ങനെ അള്ളാഹിനോട് അള്ളാഹുവിനെ മാത്രമായിട്ട് അനുരാഗത്തിൻ്റെ അങ്ങേയറ്റെത്തുമ്പോൾ മൈ ദുനിയാ ബുലാദൂങ്ക തെരി ചാഹത്തുമേ എന്ന് പറഞ്ഞ മാതിരി അല്ലേ, മൈ ദുനിയാ ബുലാദൂങ്ക തെരി ചാഹത്തുമേ, പെണ്ണിനോട് പ്രേമുണ്ടായാലും പറയുന്നതാണ് ഇപ്പോൾ പാട്ടുകാരൻ പറയുന്നത് മൈ ദുനിയാ ബുലാദൂങ്ക തെരി ചാഹത്തുമേ, നിന്നെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്നെ ദുനിയാവാകെ ഞാൻ വിസ്മരിക്കുകയാണ്. മൈ ഹുദുക്കൂമിട്ടാതൂങ്ക, എന്നെ തന്നെ ഞാൻ വിസ്മരിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ സ്വന്തം അസ്തിത്വത്തെ തന്നെ മറക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അള്ളാഹുവിനോടുള്ള അനുരാഗം എൻ്റെ ഏകാധനമങ്ങു ജീവനങ്ങ് എൻ്റെ ഭോഗമതും എൻ്റെ മോക്ഷവും എൻ്റെ ഈശാ ദൃഢമി പദാംബുജത്തിൻ്റെ സീമാ ഇതുപോകില്ല ഞാൻ അല്ലേ. പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഈ പ്രണയത്തിൻ്റെ വഴി കൂടി മഅ്ശൂഖിനെയും മഹബൂബിനെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി 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 അവസാനം ഭ്രാന്ത് പിടിക്കുകയാണ് അവർക്ക്. ആ ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് മംഗലാപുരത്ത് മരിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് അറിയില്ല. ഒരു പിന്നെ അബ്ദുൽ ജബ്ബാർ മസ്താൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പരിപാടി മുടക്കിപ്പോയി. ഒരു പരിപാടി, ഞാൻ ഏറ്റ പരിപാടിക്ക് പോകാതെക്കലില്ല, പക്ഷേ ആരോ വിളിച്ചു പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് മംഗലാപുരത്ത് പോകേണ്ടതുണ്ടെന്ന്. അബ്ദുൽ ജബ്ബാർ മസ്താൻ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം മസ്താനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ പയ്യന്നൂർ ഒരു പരിപാടിക്ക് പോയ സമയത്താണ് അദ്ദേഹത്തെ ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിന് ഒരു കൈയില്ല, ഒരു കൈയില്ല, അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നിങ്ങനെ പോണ സമയത്ത് ഒരു സ്തനാർബുദമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീയുടെ അടുത്ത് കൂടി ചെന്നുകൊണ്ട് കൈ ആ സ്ത്രീയുടെ പിന്നെ ഈ സ്തനത്തിൻ്റെ അടുത്ത് കൂടെ കൈ ഇങ്ങോട്ട് വീശി, തൊട്ടിട്ടൊന്നുമില്ല, പക്ഷേ കൈയ്യണ് വീശിയിട്ട് അദ്ദേഹം ഇത് ആൾക്കാരൊക്കെ കണ്ടുപോകും, പരസ്യമായിട്ട് ആൾക്കാരുടെ മധ്യത്തിൽ വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടല്ലേ. അങ്ങനെ ആളുകളെ കൂടി അദ്ദേഹത്തെ ചെന്നുകൊണ്ട് കയ്യേറ്റം നടത്താനും അദ്ദേഹത്തെ അനാവശ്യം വരാനൊക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തത് തെറ്റന്നെയല്ലേ, ഒരു അന്യ സ്ത്രീയുടെ പിന്നെ മൂലത്തിൻ്റെ നിങ്ങൾ കൈ വീശരുതെന്നൊക്കെ ചോദിച്ചാൽ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എനിക്കിനി കൈ വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തീവണ്ടി വരുന്ന സമയത്ത് കൈ വെച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, വലത്തെ കൈ അദ്ദേഹത്തിനില്ല. പിറ്റേ ദിവസം ആ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ ഒരു അംശം ഇട്ടില്ലതാനും. അതോടുകൂടി ആളുകൾ മുഴുവൻ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വേണം തുടങ്ങി. ഇദ്ദേഹം മജ്ദൂബാണ്. അദ്ദേഹത്തിന് പിന്നെ ഈ മസ്താൻ എന്ന അദ്ദേഹത്തെ പറ്റി പറയലെന്നെ, മത്തുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പോരൂല. അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാരണം പരിപാടിക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് കാത്തുക്കലാണ്, എപ്പോഴാണ് പുറത്ത് വരാൻ നോക്കിയാണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മത്തിറങ്ങാതെ അദ്ദേഹം പോരൂല. അങ്ങനെ അള്ളാനുള്ള ഇഷ്കിൽ കൂടി മസ്ത് അങ്ങനെ മസ്രൂബൻ അഖലുഹു, അതാണ് അമ്മാമൻകാന മസ്രൂബൻ അഖലുഹു ഔ മഗ്ലൂബൻ അലൈഹിന, നിയന്ത്രിക്കാൻ പറ്റാത്ത ബുദ്ധി പിന്നെ മസ്രൂബാകുക, ബുദ്ധി നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ ബുദ്ധി നിയന്ത്രിക്കാൻ പറ്റാത്ത അനിയന്ത്രിതമായ സ്വന്തം ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത കൂട്ടത്തിൽ വരിക. കൽ മജാദീബി, അതാണ് മജ്ദൂബ് പറഞ്ഞാലേ. അപ്പോൾ അത് മുസല്ലമുൻ ലഹും ശഅനുഹും, അവരുടെ കാര്യം അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. അവരുടെ കാര്യം പിന്നെ അവിടുന്ന് എന്താ വെച്ചാൽ അള്ളാഹ് തീരുമാനിച്ചോട്ടെ. പക്ഷേ വുജൂദി ഇൻകാരിമായ യഖൗമിൻഹും മുഖാലിഫി ലാഹിരിൽ അംരി, ശരീഅത്തിൻ്റെ പ്രത്യക്ഷ നിയമവുമായി യോജിക്കാത്തതാണ് അവർ ചെയ്യുന്ന കാര്യമെങ്കിൽ അതിനോട് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കണം. അവരെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ പോകാൻ പാടില്ല. അതാണ് കാരണം ശരീഅത്ത് അതാണല്ലോ. അതാണ് ഹല്ലാജിനെ കൊന്നതിൻ്റെ പിന്നിലുള്ളത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും നമ്മളെ പിന്നെ ബാബാ സർമദിയെ ഔറംഗസീബ് കൊന്നതിൻ്റെ പിന്നിലും അതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം പിന്നെ ആനന്ദമൂർച്ചയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പദങ്ങൾ അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ വിഷയം. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കണമെന്നാണ് ഇമാമികളും നമ്മുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രമാണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ ആനന്ദമൂർച്ചയിലുണ്ടാകുന്ന ഇത്തരം പദങ്ങളെ സംബന്ധിച്ച് അതിന് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് പ്രമാണാധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കുമ്പോൾ സൂഫി സത്തഹാത്തിനോട് ചെയ്യേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു
ഒരു മസ്അലയാണ് യഥാർത്ഥത്തിൽ ഇമാം നവവിയുടെ ഈ വാചകത്തിൽ അൽ മഖാസിദിലുള്ള വാചകത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുക. വിഷയം കൂടുതൽ ദീർഘമാണ്. ഓരോ ആളുകൾ എടുത്തുകൊണ്ട് റാബിയത്തുൽ അദവിയ തുടങ്ങി ഒരുപാട് ആൾക്കാരെ, കാരണം അവരൊക്കെ വാക്കുകളൊക്കെ ഓരോന്നും ഉദ്ധരിക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം ഉദ്ധരിക്കാം. റാബിയത്തുൽ അദവിയെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഉദ്ധരിക്കാം. ഒരിക്കൽ അദ്ദേഹം ജുനൈദുൽ ബാഗ്ദാദി വലിയ സൂഫി വര്യനാണല്ലോ. ജുനൈദുൽ ബാഗ്ദാദി ഇങ്ങനെ ഇരുന്നുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മത്തിക്ക്, അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മത്തിക്ക്, അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മത്തിക്ക് പറഞ്ഞാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാബിയത്തുൽ അദവി അടുത്ത് കൂടി ചെന്നു. ഇത് കേട്ടപ്പോൾ കയ്യിൽ വടി ഉണ്ടായിരുന്നു, 2 കൊടുത്തു. ജുനൈദുൽ ബാഗ്ദാദി 2 പൊട്ടിച്ചു. അപ്പോൾ ജുനൈദുൽ ബാഗ്ദാദി ഞെട്ടിപ്പോയി. എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ശല്യം ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. ഇനി പറഞ്ഞാൽ നീ കിട്ടും എന്ന് പറഞ്ഞു റാബിയത്തുൽ അദവിൻ്റെ അടുത്ത്. എന്തെൻ്റെ അടുത്ത് തെറ്റെന്ന് ചോദിച്ചു. അല്ലയോ ജുനൈദ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലോകത്താകെയും വ്യാപിച്ചു കിടക്കുകയാണ്, നിങ്ങൾ അതിലേക്ക് ഉണരാത്തതല്ലേ പ്രശ്നം? അള്ളാഹിൻ്റെ റഹ്മത്ത് തുറക്കുന്ന് പറയുന്നത് എന്തിനാ? അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ കവാടം എല്ലായിടത്തും തുറന്നു കിടക്കുന്നു. പക്ഷേ അങ്ങ് അതിലേക്ക് ഉണരുന്നില്ല. അങ്ങ് ഉണരാത്തതാ പ്രശ്നം. ശരിക്കും അതല്ലേ പ്രശ്നം? അല്ലേ? അള്ളാഹിൻ്റെ റഹ്മത്തില്ലാത്തൊരു സ്ഥലമില്ലല്ലോ. വസിയത്ത് റഹ്മത്തി കുല്ല ചെയ്യും, നമ്മൾ ഉണരുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. പക്ഷെ പ്രത്യക്ഷത്തിൽ ആദ്യം നോക്കുമ്പോൾ ജുനൈദുൽ ബാഗ്ദാദി ഇതെന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക്ക് എന്നുള്ളത്. അതിനോട് റാബിയത്തുൽ അദവിയ സ്വീകരിച്ച സമീപനം എന്താണ്? 2 സമീപനത്തിൽ രണ്ടിനെയും നമുക്ക് ഇന്നലക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.